പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 സെപ്റ്റംബർ മാസം 24 തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയോടുള്ള ബന്ധത്തിലെ 14ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തെ മൂന്നായി വിഭജിച്ചതിൽ നീ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് എന്നുള്ള 3 ഭാഗങ്ങളിൽ നീ കണ്ടത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി യോഹന്നാൻ കണ്ടതിനെ കുറിച്ചാണ് നാം ചിന്തിച്ച് പൂർത്തീകരിച്ചത്. ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ളത് ദൈവത്തിൻ്റെ സഭയാകുന്നു എന്നുള്ളതും സഭയുടെ അടിസ്ഥാനപരമായ ആഗോള സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ സുവിശേഷം അറിഞ്ഞിരിക്കേണ്ടതായ 25 മാനദണ്ഡങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിനുശേഷമായി എഫെസോസിലെ സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച്, അതെങ്ങനെ രൂപപ്പെട്ടു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഐക്യമെത്തിപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് എഫെസോസിലെ സഭ ഉത്ഭവം ഉണ്ടായതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പ്രാണൻ പോലും കൊടുക്കത്തക്കവണ്ണമുള്ള അക്വിലാസും പ്രിസ്കില്ലയും കൂടി അപ്പോസ്തലനായ പൗലോസിനോടുകൂടി, അതുപോലെ തിമത്തിയോസ്, ശീലാസ്, അങ്ങനെ ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരുടെ പിൻബലത്തോടു കൂടിയാണ് അവിടുത്തെ വേല അനുഗ്രഹിക്കപ്പെടാത്ത നെഫനത്തോസ് എന്ന വ്യക്തിയാണ് ആസിയയിലെ ആദ്യഫലമായി ദേശത്തോടുള്ള ബന്ധത്തിൽ ദൈവഭാഗത്തേക്ക് വന്നത് എന്നതും നമ്മൾ നമ്മൾ ചിന്തിപ്പാനായിട്ട് ചിന്തിച്ചിരുന്നു. ഇവിടെ നാം കാണുന്നത് അക്വിലാസും പ്രിസ്കില്ലയും കൊരിന്തിൽ നിന്ന് ഇവിടെ ഈ എഫെസസിൽ എത്തണമെന്നുള്ള ദൈവഹിതമായിരുന്നു. അങ്ങനെ അവരവിടെ എത്തി. അവരുടെ ഭവനത്തിൽ ദൈവസഭ സ്ഥാപിതമായി. വീണ്ടും പൗലോസ് 3ാം മിഷൻ യാത്രയുള്ള ബന്ധത്തിൽ അദ്ദേഹം തിരിച്ച് എഫെസോസിൽ എത്തിയപ്പോൾ ഈ ദൈവദാസന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വചനശുശ്രൂഷ ശക്തമായി തീരുകയും ചെയ്തതോടുകൂടിയാണ് എഫെസോസിലെ ഉൾപ്പെടെയുള്ള ആസിയയിലെ സഭകൾ രൂപപ്പെടുവാനായിട്ടിടയാക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്താണ് കാര്യങ്ങളെ നടത്തുന്നത്. ഒരിടത്ത് ആസിയിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ അതേ ആത്മാവ് തന്നെ അവിടെ വഴിയൊരുക്കി കൊടുക്കുവാനായിട്ടിടയാത്തുന്നു. എപ്പോഴാണോ ദൈവത്തിൻ്റെ സമയം, ആ സമയത്താണ് അവിടെ ദൈവത്തിൻ്റെ വേല നടക്കുന്നതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചും ഒക്കെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ അകത്തധികം സംശയത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, അറിയാവുന്നവരാണ്. ഞാൻ അത് പറഞ്ഞപ്പോൾ മാനസാന്തര സ്നാനം എന്ന് കേൾക്കുമ്പോൾ മാനസാന്തര സ്നാനമല്ലേ, പിന്നെ എൻ്റെ സ്നാനം മാനസാന്തരമല്ല, നമ്മൾ മാനസാന്തരപ്പെട്ടല്ലേ രക്ഷിക്കപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്താണ് ഈ മാനസാന്തര സ്നാനം പറഞ്ഞ് പഠിപ്പിച്ചത്, എന്താണ് പുതിയ നിയമത്തിൻ്റെ മാനസാന്തര സ്നാനവും മാനസാന്തരവും പഴയ നിയമത്തിലെ മാനസാന്തര സ്നാനവും നമ്മൾ വ്യത്യാസം എന്താണെന്നുള്ള സംശയം ചിലർക്കുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മാനസാന്തരപ്പെട്ടാണ് എല്ലാവരും രക്ഷയിലേക്ക് വരുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ചെയ്തത്, ന്യായപ്രമാണത്തിൻ്റെ അവസാന പ്രവാചകൻ ചെയ്ത ശുശ്രൂഷ, പാപങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള യാഗം നിറവേറപ്പെട്ടിരുന്നില്ല. അവിടെ പഴയ നിയമത്തിൻ്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സംസാരിച്ചത് ഒരു മാനസാന്തര അനുഭവം അവരോട് സംസാരിച്ച് ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കുന്ന ഒരു മാനസാന്തരത്തിൽ നിരപ്പിൽ ശുശ്രൂഷയാണ് യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിൽ അവസാന പ്രവാചകൻ ചെയ്തത്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരമുള്ള മാനസാന്തരം എന്നുള്ളത്, ഈ മാനസാന്തരം വന്നുകൊണ്ടാണ് പലർക്കും സംശയം ഉണ്ടാകുന്നത്. മാനസാന്തര സ്നാനമായിരുന്നല്ലോ, അപ്പം പിന്നെ നമ്മൾ മാനസാന്തരപ്പെട്ടവരല്ല സ്നാനപ്പെടുന്നത്. അപ്പോൾ ആ മാനസാന്തരവും പുതിയ നിയമത്തിൻ്റെ മാനസാന്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. അപ്പോൾ മലാഖയുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന അവസാന ഭാഗം എഴുതിയിരിക്കുന്നത്, അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കുക എന്നുള്ള ഒരു മാനസാന്തരം. എന്ന് പറഞ്ഞാൽ ഭൗമികമായിട്ടുള്ളൊരു മാനസാന്തരം ഉണ്ടാക്കി ദൈവത്തിൻ്റെ പിന്നാലെ ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കി നിർത്തുന്ന മാനസാന്തര ശുശ്രൂഷയാണ്, സ്നാനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് തെറ്റിപ്പോയ മനുഷ്യനെ പാപബോധമുണ്ടാക്കി അവനെ അകന്നുപോയ മനുഷ്യവംശത്തെ പിതാവാൻ ദൈവത്തോട് അടുപ്പിക്കുന്ന മാനസാന്തരമാണ് പുതിയ നിയമത്തിൻ്റെ മാനസാന്തരം. അപ്പോൾ ഈ മാനസാന്തരം പഴയ നിയമത്തിൻ്റെ മാനസാന്തരമല്ല. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു മുഖാന്തരമാണ് പാപത്തിന് പരിഹാരമുണ്ടായതെന്നും, അപ്പോൾ പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ ഏതെങ്കിലും മനുഷ്യരോട് ഇടപെട്ട് സഹകരിച്ച് നിൽക്കാൻ വേണ്ടിയല്ല നാം യേശുവിൽ വിശ്വസിക്കുന്നത്,
നാം വിശ്വസിക്കുന്നത് ദൈവത്തോട് ചേരുവാൻ വേണ്ടി, ദൈവത്തോട് അടുത്ത് വരുവാൻ വേണ്ടി. പുതിയ നിയമത്തിലാണ് നമുക്ക് കൃപാസനത്തോട് അടുത്ത് വരാനുള്ള മാനസാന്തര അനുഭവം നൽകിയത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ന്യായപ്രമാണ പ്രവാചകന്മാരെക്കുറിച്ച് ഒറ്റ വാക്കിൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുന്നതാണ് ന്യായപ്രമാണം പ്രവാചകന്മാരെന്ന് പറഞ്ഞു. അത് മനുഷ്യർ തമ്മിലുള്ള ഒരു സാമൂഹികമായിരിക്കുന്ന ഒരു ജീവിതത്തിന് അനുകൂലമാണത്. നമുക്കറിയാം, അതേക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ പല ആഗ്രഹങ്ങളുണ്ട്. എന്നെ കാണുമ്പോൾ അങ്ങനെ ചെയ്യണം, എന്നോട് ഇങ്ങനെ സംസാരിക്കണം, എന്നെ നമ്മൾ ചിന്തിക്കും, പലതും ചിന്തിക്കും. അത് നമ്മൾ മനസ്സിലാക്കി മറ്റാരും ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചൊരാൾക്ക് ചെയ്യുന്നതിനെയാണ് പ്രവാചകന്മാരും ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതിനെ നിരപ്പെന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതിനാണ് പൊതുവായിട്ടുള്ളൊരു നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. അതാണ് ന്യായപ്രമാണം കൊണ്ട് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്ന മാനസാന്തരം അത് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ യാഗത്തിൽ വിശ്വസിച്ച് അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തിൽ അവൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് അവങ്കിലേക്ക് അടുത്ത് വരുന്നതാണ് പുതിയ നിയമത്തിൻ്റെ മാനസാന്തരം. അപ്പോൾ ഈ മാനസാന്തരം വിശ്വാസ സ്നാനമാണത്, വിശ്വാസസ്നാനം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. എന്തിൽ വിശ്വസിക്കുന്നു? കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ യാഗത്തിൽ പാപിയായിരിക്കുന്ന ഞാനും നിങ്ങളും എനിക്ക് വേണ്ടിയാണ് യേശു യാഗമായി തീർന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് പഴയ മനുഷ്യന് മരിച്ച് പൂർണ്ണമായി വെള്ളത്തിൽ അടക്കപ്പെട്ട് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പൊതുജീവിതത്തിൽ നടക്കുന്നതിനെയാണ് സ്നാനം, വിശ്വാസസ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച സ്നാനം, അത് അവൻ സ്നാനപ്പെടുത്താൻ തുടങ്ങിയ അന്ന് മുതൽ അത് അവനെ നിയോഗിച്ചയച്ചത് ദൈവസ്വർഗം തന്നെയാണ്. പിതാവാൻ ദൈവം തന്നെയാണ് നിയോഗിച്ചയച്ചത്. യേശുവിനെ സ്നാനപ്പെടുത്തി, അനേക യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു അന്നത്തുള്ള എല്ലാവരും സ്നാനപ്പെടുത്തി. പക്ഷേ ഈ സ്നാനത്തിൻ്റെ വാലിഡിറ്റി അഥവാ അതിൻ്റെ നിയമസാധ്യത സ്വർഗം അനുവദിച്ചിരുന്നത് ദൈവത്തിൻ്റെ സഭ എന്ന് സ്ഥാപിതമാകുന്നു അന്ന് വരെയായിരുന്നു. അപ്പോൾ 50-ാം ദിവസം യേശുക്രിസ്തു കഷ്ടം സഹിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് 50-ാമത്തെ ദിവസം 10 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി വാഗ്ദത്തമായി ഭൂമിയിലേക്ക് അയച്ചു. അന്ന് ദൈവസഭ സ്ഥാപിതമായി. അന്ന് മുതൽ ഇന്നയോളം ദൈവസഭയുടെ സ്നാനം വിശ്വാസ സ്നാനമാണ്. അപ്പോൾ വിശ്വാസം അതുവരെ ഏറ്റവരെ സ്നാനപ്പെടുത്തിയവരെ ദൈവാഭിഷേകത്താൽ നിറച്ചു. എന്നാൽ ഈ സഭ സ്ഥാപിതമായതിനു ശേഷമായിട്ട് പിന്നീട് മാനസാന്തര സ്നാനം എന്നുള്ളത് പരിശുദ്ധാത്മാവ് അംഗീകരിക്കുന്ന സ്നാനമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊന്നും പിന്നീട് അത് പഠിപ്പിച്ചത്. അവരൊക്കെ യേശുക്രിസ്തു പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അപ്പൊല്ലോസിന് ഇത് സംബന്ധമായിട്ടുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും അവന് ഈ വിശ്വാസസ്നാനം എന്ന് അറിയത്തിരുന്നില്ല. കാരണം അവന് ലഭിച്ചിരുന്ന അറിവ് പരിമിതമായിരുന്നു. അപ്പോൾ അത് ശരിയല്ല എന്നുള്ളത് പൗലോസ് എന്ന ശക്തനായിരിക്കുന്ന അപ്പോസ്തലൻ്റെ കൈക്കീഴിൽ പഠിച്ച അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും പ്രസംഗം കേട്ട് അതിൻ്റെ അകത്ത് അവർ മനസ്സിലാക്കി. പക്ഷേ അവർക്ക് മനസ്സിലായി ഇവൻ തികവുള്ളവനല്ല, ഇവൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി അവനെ ഈ മാർഗത്തെക്കുറിച്ച് സ്പഷ്ടമായി വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവൻ അതനുസരിച്ച് കീഴ്പ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ കൊരിന്തിലേക്ക് അവർ പറഞ്ഞയക്കുന്നത്. അങ്ങനെ കൊരിന്തിലേക്ക് പറഞ്ഞയച്ച സമയത്ത് എഫെസോസിൽ നിന്ന് അപ്പൊല്ലോസ്, അലക്സാന്ദ്രിയക്കാരനായിരിക്കുന്ന അപ്പൊല്ലോസ് അവിടുന്ന് താൻ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അക്വിലാസും പ്രിസ്കില്ലയും പറഞ്ഞു വിട്ടതാണ് കൊരിന്തിലേക്ക്. അദ്ദേഹം കൊരിന്തിലേക്ക് പോകുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ നിന്ന് അദ്ദേഹം അന്ത്യോക്യയിലേക്ക് പോയി അവിടുന്ന് കുറേ നാൾ താമസിച്ച ശേഷമായിട്ട് ഗലാത്യ ദേശത്തും ഫ്രൂഗയിലും കൂടി സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ച് അദ്ദേഹം എഫെസോസിൽ എത്തിച്ചേർന്നു. അതാണ് 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ്. അപ്പോൾ 3-ാമത്തെ മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ പൗലോസ് യാത്ര ചെയ്ത് അന്ത്യോക്യയിൽ നിന്ന് ഗലാത്യ ഫ്രൂഗിയ ദേശത്തിലൂടെ സഞ്ചരിച്ചു. 18-ാമത്തെ 23-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 10-ാം അധ്യായത്തിൽ എഫെസോസിലെത്തി. അവിടെ കണ്ട ശിഷ്യന്മാരോട്, അതായത് ചില ആൾക്കാരെ കണ്ടപ്പോൾ അത് അപ്പൊല്ലോസ് പഠിപ്പിച്ച് സ്നാനപ്പെടുത്തിയ ശിഷ്യന്മാരായിരുന്നു. അവരെ കണ്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച്
പൗലോസ് അവരെ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളുടെ അയക്കുന്ന വിശ്വാസ സ്നാനം അത് അവരെ കൊടുക്കുകയും അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച് അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ 12 പേർക്ക് അത് കൈവപ്പോടുകൂടി അവരവിടെ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് അവരും ദൈവസഭയുടെ അംഗമായി തീർന്നു എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമുക്കറിയാം, സ്നാനം വചനപരമായ സ്നാനമല്ല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന അന്യഭാഷയോ അവർ ചെയ്യുന്ന ശുശ്രൂഷകളൊന്നും വചനാടിസ്ഥാനത്തിൽ സാധ്യതയുള്ളതല്ല, അത് അംഗീകരിക്കപ്പെടാനുള്ളതല്ല. ഇനി ആരെങ്കിലും സ്നാനപ്പെടുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിക്കുകയോ പ്രവചിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസസ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമായി തീരും. അവർ നമുക്കുള്ളവരാണെങ്കിൽ നമ്മളോടുകൂടെ പാർക്കും. എല്ലാവരും അല്ലല്ലോ എന്ന് പ്രസിദ്ധമല്ലോ എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കുള്ളവരാണെങ്കിൽ, സത്യസഭയുടെ അംഗങ്ങളാണെങ്കിൽ, നമ്മൾ സ്വീകരിച്ചു വന്ന യേശുക്രിസ്തു കൽപ്പന എന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള വിശ്വാസസ്നാനം, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർന്ന് അങ്ങനെ നിൽക്കുന്നവർ മാത്രമേ സത്യ ഉപദേശത്തിന് ആൾക്കാർ. അവർ വലിയ അടയാളമോ അത്ഭുതമോ വലിയ പ്രസംഗമോ ഒന്നും ചെയ്തില്ലെങ്കിലും അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഇനി ഈ രക്ഷിക്കപ്പെടുകയോ വിശ്വാസസ്നാനം ഏൽക്കുകയോ ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർ സത്യവിശ്വാസത്തിലേക്ക് വരുന്നില്ല എങ്കിൽ, അവർ സ്നാനപ്പെടുന്നില്ല എങ്കിൽ, അവരായിരിക്കുന്ന പശ്ചാത്തലം വേർപെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി നമ്മിലൊരുവനെ പോലെ ആകുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം നാം വേർപെട്ടതുപോലെ അവരും വേർപെടുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള പ്രസംഗങ്ങളിലോ അങ്ങനെയുള്ള ശുശ്രൂഷകളിലോ ആരും വഞ്ചിക്കപ്പെട്ടു പോരെന്നുമാണ് ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കാൻ കഴിയാത്തതെന്ന്. അത് വചനപരമായിട്ട് അടിസ്ഥാനപരമാണ്, സത്യം തന്നെയാണ്, അതിന് മാറ്റമില്ലാത്തതാണ്. അപ്പം അതിൽ നിന്ന് ആ കാര്യം മനസ്സിലാക്കി വിചാരിക്കുന്നത്, പരിശുദ്ധാത്മാവിന് വെറുതെ ദൈവം നൽകത്തില്ല, ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളിൽ നിന്ന് ഒരു മാറ്റമോ അയവോ വരുത്തത്തില്ല. ഇവിടെ ആരും വിശ്വാസം വന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സഭയുടെ ഉപദേശം മാറ്റത്തില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും. അത് എന്നും അതുള്ളത്. അത് ആൾക്കാർ വന്നോട്ടെ എന്ന് കണ്ടുകൊണ്ട് എല്ലാവരെയും കൂടെ കൂട്ടി ദൈവം അങ്ങനെ എടുക്കത്തില്ല. അതിനുവേണ്ടിയാ താമസിക്കുന്നത്. ഈ കഥ വരാൻ താമസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു എണ്ണമുണ്ട്. ദൈവസഭയുടെ അംഗങ്ങളിൽ മണവാട്ടി സഭയോട് ചേരാനുള്ള എണ്ണം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് കഥ വരാൻ താമസിക്കാത്തത്. അപ്പോൾ ആൾക്കാർ വരാൻ താമസിക്കുന്നത് കൊണ്ട് ദൈവം ഒരിക്കലും നിയമത്തിന് മാറ്റം വരുത്തത്തില്ല. അതിൻ്റെ ക്രിട്ടീരിയ അല്ലെങ്കിൽ ആ യോഗ്യത മാനദണ്ഡം മാറ്റത്തില്ല. നമുക്കറിയാം, പട്ടാളത്തിലോ പോലീസിലോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 155 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരൊരു സ്കെയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോടെ അതിന് കറക്റ്റായിട്ട് പോകുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അവർ മാനദണ്ഡം മാറ്റത്തില്ല. ആരെയും കിട്ടിയില്ലേ വേണ്ട, അവർ വെയിറ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാം, IAS IPS ആരെ കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും അവരവരുടെ പ്രൊസീജിയേഴ്സ് മാറ്റത്തില്ല, അതവർ കണ്ടിന്യൂ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരത്തില്ല. അത് ഒരു കാലഘട്ടം 1-ാം നൂറ്റാണ്ടെന്നോ അവസാന നൂറ്റാണ്ടെന്നോ പറഞ്ഞുകൊണ്ട് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് മാറ്റമില്ല. അത് സ്കെയിലാണ്, മാതൃകയാണ്. അത് മാറിക്കഴിഞ്ഞാൽ എല്ലാം താളം തെറ്റും. അതുകൊണ്ട് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്കോ ആരാധനയ്ക്കോ ദൈവസഭയുടെ കാര്യങ്ങൾക്കോ മാറ്റമില്ല. അതിനെയല്ല മാറ്റേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ച് ഇന്ന് രാത്രി മുഴുവൻ ഇതേക്കുറിച്ച് പോകണം. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതെങ്കിലും ആർക്കെങ്കിലും സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്ക് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവരോട് സംസാരിക്കുന്നതായിരിക്കും. പൊതുവായിട്ടുള്ള അതിന് വേണ്ട രീതിയിൽ അത് സംബന്ധമായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സംവാദം തന്നെ ഏർപ്പെടുത്തുവാനും തയ്യാറാണെന്ന് ഓർപ്പിക്കുന്നത്. ഇത് സംബന്ധമായിട്ട് ആർക്കെങ്കിലും സംവാദം നടത്തണമെങ്കിൽ, സ്നാനങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയുടെ കാര്യത്തിലൂടെ കടന്നു വന്ന എന്താണ് എഫെസോസിലെ സഭയുടെ അടിസ്ഥാനമിട്ട ശേഷമായിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് എഫെസോസിലെ സഭയിൽ ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് രാത്രി നാം ചിന്തിക്കുന്നത്. കഴിവതും ഇന്ന് രാത്രിയിൽ ഈ പറയുന്ന ഭാഗങ്ങൾ തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ് അവിടെ ചെന്ന് അവരെ ശേഷം 3 മാസം ഈ 3-ാം മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3 വർഷമാണ് എഫെസോസിലുണ്ടായിരുന്നത്. ആസിയയിലെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ
അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് 3 മാസം 3 വർഷമായിരുന്നു. അപ്പോൾ 3 വർഷം കൊണ്ടാണ് ആസിയയിലുള്ള എല്ലാവരും, യഹൂദന്മാരും യവനന്മാരും, ദൈവത്തിൻ്റെ വചനം കേൾക്കത്തക്കവണ്ണം ദൈവം അവനോട് ഉപയോഗിച്ചു. 3 വർഷം. അതിൻ്റെ കാര്യ വിവരണം ഞാൻ തുടർന്ന് തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രാരംഭത്തിൽ 19 8 വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസം സിനഗോഗിൽ താൻ ഉപദേശിക്കാൻ തുടങ്ങി. പക്ഷേ ആ സിനഗോഗിലെ സംസാരം അവർ അധികം അതിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ താൻ ചെയ്തത് അവരെ വിട്ട് ശിഷ്യന്മാരെ വെച്ച് തുറന്നോസ് എന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു, എഫെസോസിലുണ്ടായിരുന്നു. ഇദ്ദേഹം ആരാണെന്നോ ക്രിസ്ത്യാനിയാണോ യഹൂദനാണോ യവനാണോ എന്നറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം സൂറിജിൻ അല്ലെങ്കിൽ പ്രിൻസ് അല്ലെങ്കിൽ റൂളർ എന്ന പേരിലാണ് അതിൻ്റെ അർത്ഥം. അവൻ ഒരു അധികാരമുള്ളവനായിരുന്നു, അവൻ്റെ പേരിൻ്റെ അർത്ഥം. ഇനി അദ്ദേഹത്തിൻ്റെ ആണോ, അപ്പോൾ അതേ ഈ തുറന്നോസിൻ്റെ പേരിലുള്ള ഒരു ലെക്ചർ ഹാളാണോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഇതൊരു സ്കൂളായിരുന്നു. സ്കൂൾ അല്ലെങ്കിൽ പാഠശാലയാണ്, പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, ഹാളാണത്. അപ്പം ഈ തുറന്നോസിൻ്റെ പാഠശാല അത് പൗലോസ് വേർതിരിച്ചെടുത്തിട്ട് താൻ അവിടെ 2 സംവത്സരത്തോളം ഒരു ബൈബിൾ ക്ലാസ് നടത്തി. ഞാൻ വിചാരിക്കുന്നത് ആദ്യമായിട്ട് ബൈബിൾ സ്റ്റഡി, ക്രമീകൃതമായിരിക്കുന്നൊരു ബൈബിൾ സ്റ്റഡി നടത്തിയത് ഈ തുറന്നോസിൻ്റെ പാഠശാലയിലാണ്. ഇതേക്കുറിച്ച് ആർഗ്യുമെൻ്റൊക്കെ ഉണ്ട്, അങ്ങനെയല്ല, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന പറയുന്നത്. പക്ഷേ നമ്മളിവിടെ കാണുമ്പോൾ ഈ ഒരു ക്രമീകൃതമായിരിക്കുന്ന 2 വർഷക്കാലയളവിലുള്ള ഒരു ബൈബിൾ സ്റ്റഡിയുടെ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സെമിനാരി പോലുള്ള അല്ലെങ്കിൽ ബൈബിൾ കോളേജുകൾ, ബൈബിൾ സ്കൂളുകളുടെ ഒക്കെ അടിസ്ഥാനം നമ്മൾ നോക്കാമെങ്കിൽ ഇങ്ങനെ പൗലോസ് ഒരു പാഠശാല വേർതിരിച്ചെടുത്ത് അവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന സ്ഥലമാക്കി മാറ്റിയെന്ന്. അതേക്കുറിച്ച് ചിലരൊക്കെ പറയുന്നത് പകൽ 11 മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയത്തായിരുന്നു താൻ ഈ ക്ലാസ് നടത്തിയത്. താൻ കൂടാതെ വേല പണി ചെയ്യുകയും ഈ വർക്കേഴ്സിന്, ലേബേഴ്സിന് ബ്രേക്ക് ടൈമായിട്ട് ചൂടിൻ്റെ സമയമാകുമ്പോഴൊക്കെ ബ്രേക്ക് കിട്ടും. അപ്പോൾ അവർക്ക് ആ സമയത്ത്, ആ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഈ പാഠശാലയിൽ താൻ അവരെ കൂട്ടി ദൈവത്തിൻ്റെ വചനം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തിരുന്നു. അങ്ങനെ 2 വർഷത്തെ പഠനം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായെന്നാണ് രേഖപ്പെടുന്നത്. 2 വർഷത്തേക്ക്. ഇപ്പം ഇത് ഇവിടെ മാത്രമല്ല, പൗലോസ് ഇങ്ങനെ ക്രമീകൃതമായ ബൈബിൾ സ്റ്റഡി നടത്തിയിരുന്നു എന്നുള്ളത് ഈ 28 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നടന്ന് പ്രസംഗിച്ചു, അവൻ വീടുകൾ തോറും പരസ്യമായിട്ട് നടന്ന് സംസാരിച്ചു. അതിനുശേഷമായി ഈ ക്രമീകൃതമായി സമയമുള്ള പ്രിയപ്പെട്ടവരെ വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ ലേബേഴ്സ് അങ്ങനെ ഒരു പ്രത്യേകം ആൾക്കാരെ ലഭിച്ചതുകൊണ്ട് അവരെല്ലാ ദിവസവും കൂടുന്നതുകൊണ്ട് അവരോട്, അങ്ങനെയുള്ളവരോട് സംസാരിക്കത്തക്കവണ്ണം 2 മാസത്തോളമുള്ള ഒരു ലെക്ചർ ഹാൾ അല്ലെങ്കിൽ ഒരു സ്കൂള് അതായത് വാടകയ്ക്കെടുത്ത് തുറന്നോസിൻ്റെ ഓണർഷിപ്പിലുള്ള ആ സ്കൂളിൽ 2 വർഷത്തോളം ദൈവവചനം പഠിപ്പിച്ചു എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണുന്നത്. അത് അവിടെ കൊണ്ട് തീർന്നു പോയില്ല. താനത് ഏറ്റവും പ്രയോജനകരമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ 28 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 29 30 വാക്യങ്ങൾ, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്ക വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ റോമയിലും എഫെസോസിൽ മാത്രമല്ല ബൈബിൾ പഠനശാല തുടങ്ങിയത്. റോമയിൽ എത്തിയപ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെ കൂലിക്കൊരു വീട് വാങ്ങിയിട്ട് അവിടെ 2 വർഷം, ഇപ്പം 2 വർഷത്തെ കോഴ്സാണ് പൗലോസിൻ്റെ പാഠശാലയിൽ അദ്ദേഹം നടത്തിയ കോഴ്സിൽ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ 4 5 ഡോക്ടറേറ്റ്, PhD മറ്റുള്ള പല കോഴ്സുകളുണ്ട്. നമുക്കറിയാം ബൈബിൾ സംബന്ധമായ എത്രയോ സെമിനാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ ഡീൻ അഥവാ ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി പൗലോസായിരുന്നു. അദ്ദേഹം കൂലിക്ക് വാങ്ങിയ വീട്ടിൽ ഇങ്ങനെ 2 വർഷത്തേക്കുള്ള കോഴ്സുകൾ നടത്തിയിരുന്നു എന്നുള്ളത് 2 ഭാഗത്തെ നമ്മളെടുത്ത് തെളിവായിട്ട് നൽകുമ്പോൾ ഇതൊരു ബൈബിൾ സ്കൂളിൻ്റെ ഒക്കെ അടിസ്ഥാനമിട്ടതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ബൈബിൾ സ്കൂൾ ആരംഭിച്ചു, എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ എഫെസോസിലാണ് ഇങ്ങനെ ക്രമീകൃതമായിരിക്കുന്ന ഒരു സെമിനാരി പോലുള്ള പഠനമുണ്ടായെന്നും അവിടെ 2 വർഷമായിരുന്നു അവിടെ ചേർന്ന് വന്നിരുന്ന പഠിതാക്കൾക്ക് പഠിക്കാൻ സമയം കിട്ടിയെന്നും, അതുപോലെ തന്നെ റോമയിലും
താൻ ഒരു സ്കൂള് തുടങ്ങിയിരുന്നു എന്നുള്ളത് നമുക്ക് 28-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് കാണുന്നതുകൊണ്ട് പൗലോസ് അത് മനസ്സിലായി, ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ഒരു മാസം കൊണ്ട് തീരത്തില്ലെന്നും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും പഠിപ്പിക്കലും വേണ്ടത് 2 വർഷത്തോളം വേണ്ടി വരുമെന്നും ഉള്ളത് അന്ന് അദ്ദേഹം മനസ്സിലാക്കിയാണ് അന്ന് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ, ഞാനത് വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 29-30 വാക്യങ്ങളിലാണ്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവനും പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ ഇവിടെ എഫെസോസിൽ 2 വർഷം താൻ തുർന്നോസിൻ്റെ പാഠശാലയിൽ അത് ചെയ്തെങ്കിൽ, റോമയിൽ ചെന്നപ്പോഴും ഈ എഫെസോസിൽ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു വചനപഠന ക്ലാസ് തനിക്ക് അവിടെ വീട് വാടക കിട്ടിയില്ല, താൻ കൂലിക്ക് വാങ്ങി വീട് എടുത്തിട്ട് അവിടെ ഇതുപോലെ റോമയിലും ദൈവജന പഠനശാല തുടങ്ങി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്, അപ്പോൾ അന്ന് ദൈവസഭയ്ക്ക് ഇതെല്ലാം അടിസ്ഥാനമിട്ട് കാണിച്ചു തന്നു. കാരണം ദൈവസഭ വചനം ആധികാരികമായി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ആവശ്യമാണെന്നും അത് പൗലോസ് അതിന് തുടക്കമിട്ടെന്നും, അപ്പോൾ ഞാൻ പറഞ്ഞത് ആഗോള സഭയെക്കുറിച്ച് പഠിക്കുക, എവിടെ നിന്നാണ് ഈ ബൈബിൾ ക്ലാസ്സൊക്കെ തുടങ്ങിയത്, എങ്ങനെയാണ് സെമിനാരികൾ ഉണ്ടായതെന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ മാതൃകയായിട്ട് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആഗോള സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതല്ലാതെ ഇന്ന് ഇപ്പോഴല്ല ബൈബിൾ സ്കൂളോ കാര്യങ്ങളൊക്കെ വന്നത്, 2 വർഷത്തെ പ്രാരംഭമായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ് പൗലോസ് നടത്തിയിരുന്നു. അതിന് എഫെസോസിലും റോമയിലും നടത്തുന്നത് കാണുമ്പോൾ, 2 വർഷമായിരുന്നുള്ളത് കാണുമ്പോൾ അന്ന് ഞാൻ വിചാരിക്കുന്നത് പൗലോസിന് ദൈവാത്മപ്രേരിതമായി മനസ്സിലായി, മിനിമം 2 വർഷമെങ്കിലും ചേർന്ന് നിന്ന് ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ അത് പ്രയോജനപ്പെടും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഇന്ന് വിപുലീകരിച്ച വലിയ ബൈബിൾ സ്കൂളുകളും സെമിനാരികളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അന്ന് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ, തുറന്നോസിൻ്റെ വീട്ടിൽ പാഠശാലയിൽ ഒരു ക്ലാസ് തുടങ്ങാതെ തീർന്നു. റോമയിലും താൻ ചെന്നപ്പോൾ 2 വർഷത്തോളം അതുപോലൊരു പഠനം നടത്തി എന്നുള്ളത് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കണം. ഇപ്പോൾ പൗലോസ് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ താല്പര്യമുള്ളവരെ അതിൻ്റെ പൂർണ്ണത മുഴുവൻ പഠിപ്പിച്ച് ഏൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത്, ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ്, എരസ്തോസ് എന്ന 2 മക്കദോന്യയിലേക്ക് അയച്ചിട്ട് താൻ കുറേ കാലം ആസിയയിൽ താമസിച്ചു. താൻ കുറേ കാലം അവിടെ ആസിയയിൽ താമസിച്ചെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2 വർഷവും 3 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമാണ് നമുക്ക് ഇദ്ദേഹം അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 വർഷം എന്നുള്ളത് 3 വർഷത്തെ തൻ്റെ ശുശ്രൂഷ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇതിൻ്റെ അകത്തുണ്ട്. 3 വർഷമാണ്, 3 വർഷം മുഴുവനും താൻ അവിടെ അവർക്ക് പറഞ്ഞു. 1-ാം നാൾ മുതൽ 3 വർഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 31-ാം വാക്യം, 20-31 അതുകൊണ്ട് ഉണർന്നിരിപ്പി, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുക. അപ്പം ആദ്യത്തെ 3 മാസം സിനഗോഗിൽ സംസാരിച്ചു. അടുത്ത 2 വർഷം താൻ തുറന്നോസിൻ്റെ പാഠശാലയിൽ ദൈവജനം പഠിപ്പിച്ചു. പിന്നീടുണ്ടായിരുന്ന 9 മാസമാണ് താൻ ആസിയിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തങ്ങനെയാണ് 3 വർഷം തൻ്റെ ശുശ്രൂഷ തികച്ചത്. എന്നാൽ അത് 9 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. പിന്നീട് അവൻ അവിടെ തനിക്ക് നിൽക്കാൻ കഴിയാതെ വന്നതോടുകൂടി അവിടുന്ന് താൻ യാത്ര തിരിച്ചു. താൻ വീണ്ടും അവിടുന്ന് ത്രോവാസിൽ വന്നു. 20-ാം അധ്യായത്തിൻ്റെ കാണുമ്പോൾ കലഹം ശ്രമിച്ച ശേഷം അദ്ദേഹം ത്രോവാസിൽ വന്നു. തൻ്റെ മടക്ക യാത്രയിൽ ഇനി ഒരിക്കലും ആസിയിലേക്ക് അല്ലെങ്കിൽ വരത്തില്ല, തൻ്റെ അവസാന മിഷണറി യാത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ സ്നേഹിച്ച എല്ലാ തൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവരോടും വളരെയധികം ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ മടക്കയാത്ര ആരംഭിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ 20-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ പൗലോസിൻ്റെ അവസാനത്തെ യാത്ര തൻ്റെ
വിടവാങ്ങൽ യാത്രയായതുകൊണ്ട് അവനോട് കൂടെ അനേകർ അവൻ്റെ പിന്നാലെ പോയെന്നാണ് 20 അധ്യായം 4 വാക്യത്തിൽ. ബെരോവിയിലെ പുറോസിൻ്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കാരായ അരിസ്തർവോസും സെക്കുന്തോസും ദർബക്കാരനായ കായോസും തിമത്യോസും ആസ്യക്കാരായ തുകിക്കോസും തൊബ്രിമാസും ആസിയ വരെ അവനോട് കൂടെ പോയി. മുമ്പേ പോയി ത്രോവാസ് ഞങ്ങൾക്കായി കാത്തിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ആസിയയിലേക്ക് വരത്തില്ല. തൻ്റെ ശുശ്രൂഷ തീർത്തു, താൻ മടങ്ങിപ്പോവുകയാണ്. ഇനി തനിക്ക് പോകേണ്ട യെരൂശലേമിലും അവിടുന്ന് റോമയിലേക്കും പോകണം. അതായിരുന്നു തനിക്ക് ദൈവാത്മ പ്രേരണ കിട്ടിയത്. അതനുസരിച്ച് താൻ യാത്ര ചെയ്ത് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് തനിക്ക് ഇവിടെ പിന്നെയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൻ്റെ മനസ്സിൽ വിചാരിച്ചതുപോലെ തനിക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മക്ദോനിയ വഴിയായി മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചു. അങ്ങനെ ത്രോവാസിലെത്തി. അവിടുന്ന് അസോസിൽ വെച്ച് കാണാമെന്ന് വെച്ച് അവനെ കയറ്റി മിഥുലയിലെത്തി. അവിടുന്ന് പിറ്റന്നാൾ ഹിയോസ് ദ്വീപിനെ തൂക്കിലെത്തി. മറുനാൾ സാമോസ് ദ്വീപിൽ അണഞ്ഞു. പിറ്റേന്ന് മിലോത്തോസിലെത്തി. അവിടെ തന്നെ എത്തിയപ്പോൾ പെന്തക്കോസ്ത് നാളിന് മുമ്പായി തനിക്ക് യെരൂശലേമിലെത്തേണ്ടതുകൊണ്ട് താൻ എഫെസോസിലേക്ക് പോകാതെ എഫെസോസിലുള്ള ആ സഭയിലുള്ള ആസിയയിലുള്ള നമുക്ക് 7 സഭകളെക്കുറിച്ച് അറിയാം. ആസിയയിലുള്ള 7 സഭകൾ. അപ്പോൾ അങ്ങനെയുള്ള സഭകളിൽ എഫെസോസിലെ പോകാതെ തന്നെ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് തൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവസാനത്തെ പ്രബോധന വാക്യങ്ങൾ പറഞ്ഞ് മൂപ്പന്മാരെ ദൈവസഭ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ 20-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ വിളിച്ചു. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. ഇപ്പം ഇതേക്കുറിച്ച് താൻ അവിടെയുള്ള മൂപ്പന്മാരെ വിളിച്ച് വരുത്തി. തനിക്ക് അവിടെ ചെന്ന് സംസാരിക്കാനുള്ള സമയമില്ല. തനിക്ക് യെരൂശലേമിലേക്ക് പോകണം. തൻ്റെ ശുശ്രൂഷയുടെ സമയം അടുക്കുന്നത് കണ്ടപ്പോൾ താൻ ഇവിടുന്ന് 3 വർഷത്തെ ശുശ്രൂഷ ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ എഫെസോസിൽ ഉണ്ടായിരുന്ന സഭാമൂപ്പന്മാരെ വിളിച്ച് അവിടെ സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. 20-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. അത് മുഴുവൻ ഞാൻ വായിച്ച് പോകുന്നില്ല. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇപ്പം നമ്മൾ സുവിശേഷം അറിഞ്ഞിരിക്കേണ്ട മാനദണ്ഡങ്ങൾ പോലെ മൂപ്പന്മാരായിരിക്കുന്ന സഭയുടെ എൽഡേഴ്സ് ആയിരിക്കുന്നവർ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അവരോട് സംസാരിച്ചതിൻ്റെ രത്നച്ചുരുക്കം ആണ് ഞാനിപ്പോൾ വേഗത്തിൽ പറയാൻ പോകുന്നത്. അതിലൊന്ന്, സഭാ നേതൃത്വത്തിൽ എത്തിച്ചേരുന്നവർ താഴ്മയുള്ളവരും കണ്ണുനീരുള്ളവരുമായിരിക്കണം. ഒന്ന്, നേതൃത്വത്തിലേക്ക് ആരെത്തിയാലും അവർ താഴ്മയുള്ളവരായിരിക്കണം. അവർ കണ്ണുനീരുള്ളവരായി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ ഏറ്റെടുക്കാനും അതിനോട് അവർ അനുഭവിക്കുന്നതിനോടൊപ്പം നിൽക്കുവാനും. നമുക്കറിയാം, യേശു കാണിച്ച മാതൃകയാണ്. കർത്താവ് ലാസറിൻ്റെ ഭവനത്തിൽ എത്തിയപ്പോൾ മറിയ കരയുന്നത് കണ്ടപ്പോൾ എല്ലാവരും കൂടി കരയുന്നത് കണ്ടപ്പോൾ അവനും അവിടെ വെച്ച് കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേതൃത്വത്തിലെത്തിയവർ താഴ്മയുള്ളവരും കണ്ണുനീരുള്ളവരായിരിക്കും. അതേക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ മതി. ഞാനത് മുഴുവൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമയം മുഴുവനാകുന്നതുകൊണ്ട് ഞാൻ പോയിന്റ് പറഞ്ഞു പോവുകയുള്ളൂ. ഇത് ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ ഒരു വാക്യം മാത്രം വായിക്കാം. ഞാൻ ആസിയിൽ വന്ന 1-ാം നാളിൽ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ താഴ്മ. അപ്പം അങ്ങനെ താൻ നേതൃത്വത്തിലെത്തി. താൻ അവിടുത്തെ അപ്പോസ്തലനായിരുന്നു, സഭ സ്ഥാപിച്ചവനാണ്. അവിടുത്തെ സഭാപിതാക്കന്മാരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പൗലോസ് പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ എനിക്കറിയാമല്ലോ, താഴ്മയോടും കണ്ണുനീരോടും കൂടിയാണ് അവനോട് ജീവിച്ചത്. കാരണം അത്രമാത്രം കഷ്ടതയായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, കണ്ണുനീരൊഴിഞ്ഞ ദിവസങ്ങളില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ണുനീർ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷേ തളർന്നു പോകരുത്. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ഭൂമിയെ നാം കരയണം, എന്നാൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കരമുണ്ട്. നാം എത്തിച്ചേരുമ്പോൾ കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കും. അതെ, അവൻ്റെ മുഖശോഭ കാണും, അവൻ്റെ കരം നമ്മുടെ മേൽ വയ്ക്കും. അത് നമുക്ക് വെളിപ്പെടുത്തും പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഭൂമിയിൽ നമുക്ക് കണ്ണുനീരുണ്ട്. ഏത് വിഷയങ്ങളുടെ ബന്ധത്തിൽ ഭാരമുണ്ട്, വേദനയുണ്ട്, കണ്ണുനീരുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടിയാണ് നിങ്ങളുടെ ഇടയിൽ താമസിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് സഭാ നേതൃത്വത്തിനവർ താഴ്മയുള്ളവരും കണ്ണുനീരുള്ളവരുമായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സഭയിലുള്ളവരോട് അധികാരം പ്രയോഗിക്കാതെ
മാതൃകാപരമായി സ്നേഹത്തിൽ ഇടപെടണം. അപ്പം ആരോടും അധികാരമല്ല അവിടെ കാണിക്കുന്നത്. അവിടെ മാതൃകാപരമായ സ്നേഹത്തിലായിരിക്കണം സഭയുടെ മൂപ്പന്മാർ, എൽഡേഴ്സ് പ്രവർത്തിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, സ്നേഹത്തിലൂടെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ആ പദവി ഉപയോഗിക്കേണ്ടത്. അതൊരിക്കലും അധികാരപ്രയോഗമായി മാറരുത്. മാതൃകാപരമായ സ്നേഹത്തിൽ ഇടപെടണം. ഞാനത് പറഞ്ഞു പോകുന്നത് എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാകണം. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എൽഡേഴ്സ് ആയിട്ടുള്ളവർ, നമ്മളെ നയിക്കുന്നവരൊക്കെ കർത്താവിയ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കാണിച്ചതുപോലെ പൗലോസൊക്കെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നതിൻ്റെ അർത്ഥം അതേക്കുറിച്ച് പറയാം. നമുക്കത് ഇപ്പം അവർ താഴ്മയുള്ളവരാണ്, കണ്ണീരുള്ളവരാണ്, അതുപോലെ സ്നേഹമുള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നും മിണ്ടാത്തവരെന്നല്ല. തുടർന്ന് അതിൻ്റെ ഭാഗമായി ഇപ്പം എപ്പോഴും ദൈവസ്നേഹത്തിൽ ഇടപെടുന്നവരായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി കണക്കാക്കാതെ കർത്തൃവേലയെ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഞങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അവർ സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി കണ്ടില്ല. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രാണനെ ത്യജിച്ചു. ക്രിസ്തു കഥ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ തന്നെ താൻ ത്യജിച്ചിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മരിക്കേണ്ടി വന്നാലും അത് ക്രിസ്തു യേശുവിന് വേണ്ടി ആണ്, ദൈവനാമത്തിന് വേണ്ടി ആണെങ്കിൽ അത് അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കർത്തൃവേലയെ അവർ ശുഷ്കാന്തിയുള്ളവരായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളും വിശ്വാസി അങ്ങനെ ആയിരിക്കണം. നമ്മളെവിടെയെങ്കിലും നിയമമോ കാര്യങ്ങളോ വരുമ്പോൾ തന്നെ പേടിച്ച് വിറച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട. ദൈവം അനുവദിച്ചാൽ ഇവിടെ അങ്ങനെ കർത്താവിന് വേണ്ടി മരിക്കണമെങ്കിൽ മരിക്കണം. കർത്താവിന് ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്നവരാരും അധൈര്യപ്പെടാൻ പാടില്ല, അവരാരും ഭീതിപ്പെടാൻ പാടില്ല. എന്തെങ്കിലും ഒരു നിയമം വരുന്നുണ്ട് അന്ന് തന്നെ പേടിച്ചു പോയി കാറുകൊന്നല്ല ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് ഹിതമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, ദൈവഹിതമില്ലാതെ നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവഹിതമാണ് എങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ധൈര്യശാലിയായിരിക്കണമെന്നാണ് ഇവിടെ പൗലോസ് അവരോട് പറഞ്ഞത്. നിങ്ങൾ പ്രാണനെ വിലയേറിയതായി കണക്കാക്കാതെ, ഞാൻ മാതൃക കാണിച്ചു തന്നല്ലോ, എത്രയോ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, പക്ഷേ അവൻ മാതൃക കാണിച്ചു. പ്രാണനെ വിട്ടുകളയാൻ വരെ മരിക്കേണ്ടി വരാൻ വേണ്ടി തയ്യാറായി. പക്ഷേ സുവിശേഷ വേലയും താൻ മാറിയില്ല. അവരോട് പറഞ്ഞു, സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി കണക്കാക്കാതെ കർത്തൃവേലയിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണമെന്ന് അവരെ ഓർപ്പിക്കാൻ കഴിയാത്തവന്നു. അതിൻ്റെ നാലാമത്തെ കാര്യം, ആരും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ അവ മുഴുവനും ദൈവസഭകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഇപ്പം ദൈവസഭയുടെ വിഷയങ്ങൾ നാളെ പഠിപ്പിക്കാം, നാളെ ആയിക്കോട്ടെ എന്ന രീതിയിൽ മാറ്റുകയല്ല. ഇന്ന് പറയേണ്ട കാര്യം ഇന്ന് പറയണം. അപ്പം അതുകൊണ്ടാണ് ഈ ലഭിച്ച സത്യം 2 പേരെ ഉള്ളെങ്കിലും 3 പേരെ ഉള്ളെങ്കിലും അത് വെളിപ്പെടുത്തുന്നത്. നാളെ എന്നുള്ള നമ്മുടെ കയ്യിൽ ഉള്ള കാര്യമല്ല. അതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് വലിയൊരു ഓഡിയൻസ് വന്നിട്ട് ക്ലാസ് എടുക്കാമെന്നല്ല വിചാരിക്കേണ്ടത്. പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ അവ മുഴുവനും ദൈവസഭകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഒന്നും മറച്ചു വയ്ക്കാതെ അത് കിട്ടിയതെല്ലാം നമ്മൾ മറ്റുള്ളിലേക്ക് പകരണം. അതാണ് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. അത് എൽഡേഴ്സ് ആയിട്ടുള്ളവർ ചെയ്യണം. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും ദൈവസഭകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിരിക്കണം മൂപ്പന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 5ാമത്തെ കാര്യം, തങ്ങളെ തന്നെയും കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുന്നവരായിരിക്കണം. ആളുകളെ സൂക്ഷിക്കണം. എൽഡേഴ്സിൻ്റെ പ്രധാന ഉത്തരവാദിത്വം അല്ലെങ്കിൽ സഭയുടെ മൂപ്പൻ അവർ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുന്നവരായിരിക്കണം, കരുതുന്നവരായിരിക്കണം. അതേക്കുറിച്ച് നമുക്കറിയാം. പൗലോസ് പറഞ്ഞു, ഞെരുങ്ങിക്കൊണ്ടല്ല അത് സന്തോഷത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്ന ദൈവസഭയെ ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിക്കുന്നവരായിരിക്കണം. അവരെ ശത്രു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവസേനയിൽ വഹിക്കുകയും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യേണ്ടത് സഭയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സഭയിലുള്ള ഓരോരുത്തരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിലുള്ള എൽഡേഴ്സ് എല്ലാവരെയും കുറിച്ചുള്ള കരുതലുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ കാര്യം, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ സഭകളിൽ കടക്കുവാൻ വളരെയധികം സാധ്യതയുള്ളതുകൊണ്ട് അവർക്കെതിരെ പൂർണ്ണ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഈ ചെന്നായ്ക്കളുമുണ്ട്, കൊടിയ ചെന്നായ്ക്കളുമുണ്ട്. ആടിൻ്റെ വേഷം പൂണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വേഷം പൂണ്ട് സഭകളിൽ കടന്നു വരുന്നവരെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടൊരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ ഒരു വ്യക്തിയെപ്പോലും കാണുമ്പോൾ തന്നെ
നമ്മൾ വിശ്വാസത്തെ എടുക്കരുത്. ഒരു സാക്ഷ്യം കൊണ്ടോ ഒരു സന്ദേശം കൊണ്ടോ ഒരു ശുശ്രൂഷ കൊണ്ടോ ആരും നമ്മൾ ചിന്തിക്കരുത് എല്ലാം ക്ലിയറാണ് വിചാരിക്കരുത്. വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. ഒരു വ്യക്തി യഥാർത്ഥമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അവരോട് ജീവിക്കുകയും താമസിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഫലം എന്താണ് തിരിച്ചറിയണം. നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. അതുകൊണ്ട് ചെന്നായ്ക്കളുടെ വേഷം ധരിച്ചവർ, ആടിൻ്റെ വേഷം ധരിച്ച് ചെന്നായ്ക്കൾ പ്രവേശിക്കും. അത് കൊടി ചെന്നായ്ക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സഭയ്ക്കുള്ളിൽ കടന്നു കഴിഞ്ഞാൽ പുറമേയുള്ള ശത്രുക്കളെക്കാൾ വളരെ വിനാശം വരുത്തുന്നതാണ് ഈ ചെന്നായ്ക്കൾ അകത്ത് കയറിയുള്ള വിഷയങ്ങൾ. അവർ പ്രവാചകനായിട്ടോ വിശ്വാസമായിട്ടൊക്കെ വന്ന് കയറാം. അതുകൊണ്ട് ആരെയും നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കാൻ പാടില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് അവൻ മനുഷ്യനുള്ളത് സ്വതവേ എന്തെന്ന് അറിഞ്ഞതുകൊണ്ട് അവൻ ആരെയും തന്നെ വിശ്വസിച്ചേൽപ്പിച്ചില്ലെന്നാണ് പറഞ്ഞത്. കാരണം കർത്താവ് പറഞ്ഞത്. അപ്പം നമ്മളും ആരെയും പെട്ടെന്ന് അങ്ങനെ നമ്മളൊരു നമുക്ക് എല്ലാവർക്കും വരുന്ന കുഴപ്പം അതാണ്. പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വേഗത്തിൽ സ്നേഹിക്കുകയും കുറേ കഴിയുമ്പം പിണങ്ങുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് മനുഷ്യൻ്റെ ബന്ധങ്ങളെല്ലാം. അങ്ങനെയാണ്. വേഗത്തിൽ കണ്ടു, ഭയങ്കര സ്നേഹമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം ഇല്ലാതായി പോകും. എന്നാൽ ദൈവസ്നേഹം എന്നുള്ളത് അങ്ങനെയല്ല. ദൈവസ്നേഹം താഴ്ത്തി പരീക്ഷിച്ച് നമ്മളെ ഏറ്റവും താഴ്ത്തി ദൈവം നമ്മളിലുള്ള എല്ലാം എടുത്തു കളഞ്ഞിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുള്ളൂ. പക്ഷേ ദൈവസ്നേഹം വർദ്ധിച്ചു വരും, കൂടെ വർദ്ധിച്ചു വരും. മനുഷ്യ സ്നേഹം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് ആദ്യ സ്നേഹം കുറഞ്ഞു പോകുന്നതൊക്കെ പറയുന്നത്. ആദ്യം വിശ്വാസത്തിനും ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര കൂട്ടായ്മക്കുള്ള സ്നേഹം, എല്ലാവരും ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് മനസ്സിനകത്ത് മടിപ്പുണ്ടാകുന്ന പലതും സഭയ്ക്കകത്ത് സംഭവിക്കും. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേന് അത് ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ നോക്കി പലരും ഒരുപക്ഷെ വിചാരിക്കും ഇങ്ങനെയുള്ളവരാണല്ലോ വിചാരിച്ചുകൊണ്ട് അവരുടെ സ്നേഹം കുറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടചെയ്യാൻ പാടില്ല, ദൈവസഭയ്ക്ക് ഇടചെയ്യാൻ പാടില്ല. ഞാൻ മുഖാന്തരം മറ്റുള്ളൊരു ആരും മുഖാന്തരമായി നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ മുഖാന്തരം ഒരിക്കലും എൻ്റെ ദൈവസഭയ്ക്കോ ദൈവത്തിനോ ഒരു ഇടർച്ച വരാൻ പാടില്ല, ദൈവം ദൂഷിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ വിചാരിച്ച് ജീവിക്കാമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. നമ്മൾ മുഖാന്തരമായിട്ട് ദൈവനാമത്തിന് ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ വളരെ വേഷം കെട്ടുമെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് വളരെ സ്നേഹത്തിൽ സംസാരിക്കും. പക്ഷെ അവിടെ ഉള്ളിലിരിക്കുന്നത് കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവസഭയെ മുടിച്ചു കളയുവാൻ, ദൈവമക്കളെ ഇല്ലാതാക്കി കളയാൻ, സഭയെ ശിഥിലമാക്കി കളയാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ സഭ ശിഥിലമായി പോകും. അതിന് സാധ്യതയുള്ളതുകൊണ്ട് മൂപ്പന്മാരോട് പറഞ്ഞു വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും പല സഭകളിലും ദേവദാസന്മാർ പെട്ടെന്ന് എല്ലാവരും ഉൾക്കൊള്ളാത്തത്. നമ്മൾ പെട്ടെന്ന് തന്നെ അത്രമാത്രം അറിവുള്ളവരെ ആയിരിക്കും, പരിചയമുള്ളവരെ ആയിരിക്കും പ്രസംഗിക്കാനൊക്കെ സമയം. ചിലപ്പം പറഞ്ഞാൽ അവിടെ സാക്ഷ്യം പറയാൻ സമയം തന്നില്ല എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സഭയോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആർക്കും അറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് സമയം തരാൻ പറ്റുന്നത്? എനിക്കത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെ എന്നെ പരിചയപ്പെടുത്താൻ ആരെങ്കിലും അവിടെ വേണം. ഇന്ന ആളാണ്, ഇത് പരിചയപ്പെടുത്താൻ ആരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം. ഒന്നും അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ സൂക്ഷിച്ച സമയം. അതുകൊണ്ടാണ് അത് പരസ്പരം അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ അത് പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സഭയിൽ ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കുക ഇടപെടണം. പക്ഷേ ശുശ്രൂഷയ്ക്ക് സമയം തരാത്തതിൻ്റെ കാരണം അവർക്കറിയത്തില്ല. എന്നാൽ അവിടെ ആരെങ്കിലും പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയമുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞത് ആരെയും നമ്മൾ പെട്ടെന്ന് നമ്മൾ വിശ്വാസം എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലായിത്തീരും. നമ്മൾ എന്ന് പറഞ്ഞാൽ ആരെയും അവിശ്വസിക്കണമെന്നല്ല പറഞ്ഞത്, നമ്മൾ മിണ്ടാതിരിക്കണമെന്നല്ല, സഹകരിക്കരുതെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ രഹസ്യങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കറിയാൻ പറ്റിയ ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. സഭയ്ക്കകത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉള്ളതെല്ലാം വെട്ടി തുറന്ന് പറയാൻ പാടില്ല. ഇവരാരാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാറുള്ളത്. വളരെ ശ്രദ്ധിക്കണം. ആരാണ് അവിടെ ഉള്ളത്, ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു വേണം. നമ്മൾ പരിസരബോധമുള്ള ഒരു പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഞാൻ അതിലേക്കുള്ളിൽ പോകുന്നില്ല. അപ്പോൾ ചെന്നായ്ക്കൾ സഭക്കുള്ളിൽ പ്രവേശിക്കാം എന്ന് പലർക്കും അബദ്ധം പറ്റാറുണ്ട്. നല്ല ക്ലീൻ ഷേവും ചെയ്യൊക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യും, അവരെ പ്രധാന സ്ഥലത്തേക്ക് കൊണ്ടുവരും. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ വേഷം കെട്ടി വരുന്നവരെ സൂക്ഷിക്കണം. വേഷം കെട്ടി വരുന്നവർ ഭയങ്കര താഴ്മ കാണിക്കും, ഭയങ്കര സ്നേഹം കാണിക്കും, പലതും കാണിക്കും. അത് വഞ്ചിക്കപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരെയും ഒരുപോലെ കാണണമെന്നല്ല പറഞ്ഞത്. എന്നാൽ ചിലരെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇന്നയാള് കുഴപ്പമില്ല കേട്ടോ,
നമുക്കറിയാം, പരസ്പരം പറയാൻ പറ്റും, നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാവുന്ന അതിലേക്ക് പോകുന്നില്ല. ആ, ഏഴാമത്തെ കാര്യം, വിപരീത ഉപദേശം എതിർക്കുന്നവരുടെ ലക്ഷ്യം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകുക എന്നതാണ്. അത്തരക്കാർ സഭയുടെ എഴുന്നേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം. വിപരീത ഉപദേശം, ഈ എതിർ പറയുന്ന അല്ലെങ്കിൽ എതിരെ ഉണ്ടായത് അത് എന്നാണെന്നറിയാമോ? എതിരുണ്ടായത്, എതിരായിട്ടുള്ളത്. ദൈവം എല്ലാം നന്നായി സൃഷ്ടിച്ചപ്പോൾ അവിടെ എതിരൊന്നുമില്ല, എതിർ പറയുന്നൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന സാത്താനാണ് എതിരിൻ്റെ എതിർഭാഗം ഉണ്ടായത്. വെളിച്ചവും ഇരുളും എതിരായി. വെളിച്ചമുണ്ടായപ്പോൾ അവിടെ ഇരുള്. എന്നാൽ ഏദനിൽ ആദമും ഹവ്വയും യഥാർത്ഥമായി ജീവിച്ചവർക്ക് എതിരൊന്നുമില്ലായിരുന്നു. അവർ വിശുദ്ധിയായിരുന്നു, അവിടെ ജീവനായിരുന്നു. എന്നാൽ എതിരുണ്ടായത് ദൈവത്തോട് ശത്രുത്വമായി തീർന്ന എതിരാളിയായിരിക്കുന്ന സാത്താൻ വന്നതോടുകൂടിയാണ് നമ്മൾ ഈ എതിർവാക്കുകൾ കാണാൻ തുടങ്ങുന്നത്. എതിർവാക്കുകൾ: സ്നേഹം, വൈരാഗ്യം, ജീവൻ, മരണം, വിശുദ്ധി, അശുദ്ധി. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പം ഏദനിൽ അത് മുഴുവനും അന്ന് വരെയും ഉണ്ടായിരുന്നത് ഒറ്റ കാര്യമുണ്ടായിരുന്നുള്ളൂ, അനുസരണമായിരുന്നു. അവിടെ എതിർവാക്കുകളില്ലായിരുന്നു. ആദമും ഹവ്വയും ജീവിച്ചപ്പോൾ നിഷ്പാപയുഗത്ത് അതില്ലായിരുന്നു. അതിനുശേഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എതിർപദങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാത്തിനും എതിര് വന്നു. ഈ സാത്താൻ ഇല്ലായിരുന്നെങ്കിൽ എതിരില്ലായിരുന്നു, എതിർഭാഗം ഉണ്ടാകത്തില്ല. അവൻ്റെ പ്രവൃത്തി മുഖാന്തരമാണ് എതിരുകൾ ഉണ്ടായത്. എതിരികൾ എഴുന്നേൽക്കുന്ന എതിരുണ്ടായത്. ഇപ്പം എതിരുണ്ടായതിൻ്റെ പുറകിൽ, അതിൻ്റെ പിമ്പിൽ, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ഉപജ്ഞാതാവ് പിശാചാണ്. ദൈവത്തോട് എതിർത്തവൻ നിന്നാണ് എതിരുണ്ടായത്. നമുക്കറിയാം, എതിർവാക്യങ്ങൾ നമുക്ക് ഒരുപാട് പരീക്ഷകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷുകൊണ്ട്, മലയാളത്തിൽ, ഓരോ ഭാഷയിലും എതിർവാക്കുകളുണ്ട്. അപ്പോൾ എല്ലാ നന്മയ്ക്കും അതിനെതിരായിട്ടുള്ള വിപരീത പദമുണ്ട്. അതിനെ വിപരീത പദം എഴുതുക എന്ന് പറയുന്നത് വിപരീത പദം. പണ്ടൊക്കെ പരീക്ഷയ്ക്ക് വിപരീത പദം എഴുതുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഈ ഓപ്പോസിറ്റ് ഉണ്ടായത് എന്ന് മുതലാണ്? പിശാചികത മുതലാണ്, സാത്താൻ ഉണ്ടായത് മുതലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാത്രി സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും ദൈവത്തോടോ ദൈവനത്തോടോ ദൈവസഭയോടോ ദൈവമക്കളോടോ എതിരുണ്ടാകാൻ ഇടയാകരുത്. വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് എതിരുണ്ടാകാൻ പാടില്ല. വിപരീതം ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത്, വിപരീതമായിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ളത് ഉണ്ടാകുന്നത് പൈശാചികമാണ്. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ നന്മ മാത്രം നമ്മൾ സ്വീകരിക്കുന്ന തിരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിപരീതോപദേശം പ്രസ്താവിക്കുന്നുണ്ട് ലക്ഷ്യം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുക എന്നതാണ്. അപ്പം ചിലരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണം, നമ്മുടെ ഡിനോമിനേഷനിലേക്ക് കൊണ്ടുപോകണം, നമ്മുടെ ഇതിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയല്ല. സത്യസഭയിൽ നിന്ന് ഒരിക്കലും ഒരു വ്യക്തിയെപ്പോലും ഒരു സഭയിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ ദൈവം മനഃശാസിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായ ഉപദേശമുള്ള സഭകൾ തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. അവിടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ മറ്റൊരു ഇതിലേക്ക് കൊണ്ടുപോകണം. ഞാനൊരു ഉദാഹരണം പറയാം. SBI അക്കൗണ്ടുള്ള ഒരാൾക്ക് ഇത് ഒരു കോളാണെങ്കിൽ മറ്റൊരു SBI ചേരാം. പക്ഷേ ഇപ്പോൾ അടുത്തടുത്ത സ്ഥലത്താണെങ്കിൽ എൻ്റെ ബാങ്കിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മാനേജർമാർ തമ്മിൽ അങ്ങനെ ഒരു വൈരാഗ്യമില്ല. എന്നാൽ പ്രൈവറ്റുകളാണെങ്കിൽ ഇവിടെ നിന്ന് വലിച്ച് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. വ്യക്തിപരമായിട്ട് വരുമ്പോഴാണ് എനിക്ക് എൻ്റെ സഭയിൽ ആളെ വരണമെന്ന് ചിന്ത വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുമ്പോൾ മൂപ്പന്മാർ എൽഡേഴ്സ് ആയിട്ടുള്ളവരെ, അടിസ്ഥാനപരമായ സഭയിൽ പോകുന്ന ഒരാൾക്ക് അവരെ ഞാൻ കണ്ടിട്ട് അവരെ എൻ്റെ പിന്നാലെ വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ സിറ്റം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അവർക്കവിടെ ആത്മീയമായിട്ട് പറ്റത്തില്ലെങ്കിൽ അത് അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഈ നമ്മുടെ പിന്നാലെ ആരെയും വലിച്ചുകൊണ്ട് പോകാൻ പാടില്ല. വിവിധ ഉപദേശം പ്രസ്താവിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എങ്ങനെയും ആൾക്കാരുടെ ശരിയായിട്ടുള്ള മാർക്കുന്നവരെ വലിച്ചു അവരുടെ പിന്നാലെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അത്തരക്കാർ സഭകൾ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഉപദേശം ശരിയാണോ, വന്നൊരു ഉപദേശം എന്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 8ാമത്തെ കാര്യം, സഭാനേതൃത്വങ്ങൾ സഭകളെ പ്രബോധിച്ചുകൊണ്ടുന്നതിൽ സമർത്ഥന്മാരായിരിക്കണം. എപ്പോഴും പ്രബോധിപ്പിക്കുവാൻ, കാര്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് ശക്തമായ രീതിയിൽ പ്രബോധിപ്പിക്കാൻ അവർ സമർത്ഥന്മാരായിരിക്കണം. 9, സഭയെ നയിക്കുന്ന സഭയുടെ ആത്മീയത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം. അപ്പോൾ അവർ വചനത്തിലും പ്രാർത്ഥന ഉറ്റിരിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയിലും വചനത്തിൽ ഉറ്റിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കണം സഭയുടെ നേതൃത്വത്തിൽ എൽഡേഴ്സായിട്ടുണ്ട് ഉള്ളവർ. അതിൻ്റെ അടുത്തത്, വെള്ളി, പൊന്ന്, വസ്ത്രം എന്നീ ഭൗതിക വസ്തുക്കളായ നന്മകളൊന്നിലും മോഹമുള്ളവരായിരിക്കരുത്. ഇങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതിക നന്മയെക്കുറിച്ചുള്ള ആഗ്രഹത്തോടെ ആകരുത്
സഭകളെ ഭരിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും വീട് നമ്മൾ അത് പ്രത്യേകിച്ച് പിള്ള ശ്രദ്ധിക്കുക. വെള്ളി പൊന്ന് വസ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതിയിലാകരുത് ശുശ്രൂഷ. അങ്ങനെയുള്ള മോഹമുണ്ടാകാൻ പാടില്ല. ദൈവസഭയുടെ എൽഡേഴ്സായിട്ടുള്ളവർ ഇത് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു മോഹം വേണ്ട, ഒരാഗ്രഹം വേണ്ട. വെള്ളിയും പൊന്നും കിട്ടും, പിന്നെ ലഭിച്ചാൽ തന്നാൽ സന്തോഷം, അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊരിക്കലും ആഗ്രഹം വെക്കാൻ പാടില്ല. നമ്മൾ ഗ്രീഡി ആകാൻ പാടില്ല. ദൈവദാസന്മാർക്കെല്ലാം കൊടുക്കണം, വേണം. ദൈവസഭ, ദൈവമക്കൾ, ദൈവദാസന്മാരെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യണം. പക്ഷേ ഒരിക്കലും ഗ്രീഡി, അത്യാഗ്രഹം ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഞാനതേക്കുറിച്ച് തെളിവെടുത്ത് പോകുന്നില്ല. നിരവധി കാര്യങ്ങൾ നമുക്ക് വചനത്തെ അറിയാം, ഗേഹസിയെക്കുറിച്ച് അറിയാം, അവൻ്റെ അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് മോഹമുണ്ടാകാൻ പാടില്ല. നമുക്കെല്ലാം ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമുണ്ട്, നമുക്ക് ഭൗതിക വസ്തുക്കൾ ആവശ്യമാണ്, അതൊക്കെ വേണം. പക്ഷേ നമ്മളൊരിക്കലും അതിനെ മോഹമുള്ളവരാക്കിടാനായിട്ട് പാടില്ല. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കുന്നതിൽ ശുശ്രൂഷമാർ അഭിമാനമുള്ളവരും വിശ്വാസികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോലി ചെയ്യേണ്ടി വന്നാൽ ജോലി ചെയ്യുന്നതിന് മടിയൊന്നും കാണിക്കരുത്. അപ്പം അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ചെയ്യണം. അതിൽ അഭിമാനമുണ്ടായിരിക്കണം. മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടവരുമാണ്. വിശ്വാസികൾക്ക് എപ്പോഴും എല്ലാ വിധത്തിലും മാതൃക കാണിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു, അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ സാഹചര്യം വന്നാൽ ശുശ്രൂഷ അഭിമാനമുള്ളവരും വിശ്വാസികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരുമാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കണം. പറഞ്ഞു വിട്ടിട്ട് നമ്മൾ നിൽക്കുകയല്ല ചെയ്ത്, നിങ്ങൾ പോകുക ഞാൻ, അങ്ങനെയല്ല. അവരെപ്പോഴും അവർക്ക് അവരുടെ കൂടെ കാണണം. 12ാമത്തെ വിഷയം, പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുന്ന മനോഭാവമുള്ളവരായിരിക്കണം. ഉള്ളവരൊന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കണം. അതിനെയാണ് പറഞ്ഞത്. ഇതര പറയും എനിക്ക് വേണ്ട, അങ്ങനെയല്ല. നമുക്ക് ഒരുപക്ഷെ ആവശ്യം കാണത്തില്ലായിരിക്കും. ചിലർക്ക് സാമ്പത്തികമായിട്ട് പെൻഷനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനമോ മക്കളുടെയൊക്കെ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ അവർ ശുശ്രൂഷ ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികം വാങ്ങിക്കത്തില്ലായിരിക്കാം. പക്ഷെ എന്നിട്ട് അത് വലിയ ക്രെഡിറ്റായിട്ട് എടുക്കുകയൊന്നും വേണ്ട. ക്രെഡിറ്റല്ല. പൗലോസ് ചെയ്തത്, അദ്ദേഹം ഉള്ളവരൊന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുമായിരുന്നു. അത് വലിയൊരു മാനദണ്ഡമാണ്, ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് തരുന്നെങ്കിൽ അവർക്കുണ്ടെങ്കിൽ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുത്. അവർ പിന്നെ ദൈവത്തെ സ്നേഹിച്ച് തരുന്നതാണെങ്കിൽ നമ്മളതിനെ ഉപേക്ഷിക്കാനും പാടില്ല. ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സാക്ഷ്യങ്ങൾ അങ്ങനെ പറയാറില്ല, പക്ഷേ ചിലപ്പോൾ സാക്ഷ്യം പറയേണ്ടത് ആവശ്യമുള്ള പറയുക. ഞാൻ ചണ്ഡീഗഡിൽ ബൈബിൾ ക്ലാസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നും ഒരു നനഞ്ഞ 50 രൂപ നോട്ട് എൻ്റെ കരങ്ങളെ സ്പർശിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അവിടെ ക്ലാസ്സിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു പഞ്ചാബിലുള്ള ഒരു സിഖ് മതത്തിൽപ്പെട്ട വിശ്വാസി, അദ്ദേഹം എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടി വെളിപ്പാടോസ പഠനത്തിൽ, അത് ഞാൻ അവിടെ ക്ലാസ്സിലും പുള്ളി വരുമായിരുന്നു. ഞാൻ പോരുന്ന അന്ന് ഞാനത് കൈ കൊടുത്ത് പോരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു നനഞ്ഞൊരു സ്പർശനമുണ്ടായി. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് താനൊന്ന് സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ തൻ്റെ പോക്കറ്റ് ഇട്ടിരുന്ന് എനിക്കിത് വരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു 50 രൂപയാണ്. അത് നനഞ്ഞ് കുതിർത്തിരുന്നു. എനിക്ക് ഒരു 10, 12, 15 വർഷമായെന്ന് തോന്നുന്നു. അത് എൻ്റെ കയ്യിൽ തന്നിട്ട് താൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പോയപ്പോൾ എനിക്കറിയാം, ദൈവനാമത്തിന് എനിക്ക് വേണ്ടി ഒരുപാട് നന്മകളൊക്കെ പലരും തന്നവരെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ മറന്നു പോയിട്ടില്ല, ഓർക്കുന്നുണ്ട്. ദൈവത്തിലുള്ള ബന്ധത്തെ ഇറങ്ങി തന്നിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇന്നും എൻ്റെ കയ്യിൽ നനവ് മാറിയിട്ടില്ല. ഞാൻ ഓർക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഞാൻ വാങ്ങിക്കത്തില്ലെന്നോ എന്നല്ല എൻ്റെ അർത്ഥം. നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കണം. ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. ഉള്ളവരൊന്ന് വാങ്ങി ഇല്ലാത്തവർക്ക് കൊടുക്കുന്നൊരു മനോഭാവമായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. അത് ചെയ്യുവാനിടയായി തീർന്നു. 13ാമത്തെ വിഷയം, സാമ്പത്തിക നന്മകൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞ വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം. നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവെ സമൃദ്ധിയായി കൊടുക്കുവാൻ എനിക്ക് കൃപ നൽകണമേ, ഭാഗ്യം നൽകണമേ. ഉണ്ടെങ്കിലല്ലേ കൊടുക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടുവാൻ, നല്ല ശമ്പളം കിട്ടുവാൻ, നല്ലത് കിട്ടുവാൻ പ്രാർത്ഥിക്കണം. ലഭിക്കുന്നത് വാങ്ങി നമ്മൾ ഇല്ലാത്തവരെന്ന് കാണുന്നവർക്ക്, സഹായം ആവശ്യമുള്ളവർക്ക് അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതങ്ങനെ ചെയ്തിരിക്കണം. ഇപ്പം ചിലർ പറയും ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറയും. കാരണം അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ സാമ്പത്തിക നന്മ കാണും. അത് വലിയൊരു കാര്യമല്ല, ക്രെഡിറ്റ് അല്ല. ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് വാങ്ങിയിട്ട് ഇല്ലാത്തവരായവർക്ക് ആരും അറിയാതെ കൊണ്ടുപോയി കൊടുക്കണം.
ഒരിക്കലും നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള സഹായം ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അത് കർത്താവ് പറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ സാമ്പത്തിക നന്മകൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായി പറഞ്ഞ വചനപ്രകാരം ജീവിക്കുന്നതായിരിക്കണം എൽഡേഴ്സ് സഭാമൂപ്പന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പൗലോസ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. കാരണം താനൊന്നും മറച്ചു വെച്ചില്ല. തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് പോവുകയാണ്. ഇനി താൻ അവിടേക്ക് മടങ്ങി വരത്തില്ല. അപ്പോൾ മടങ്ങി വരുന്നതിന് മുമ്പായി മടങ്ങി വരത്തില്ലെന്നുള്ളതുകൊണ്ട് തൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും താൻ എങ്ങനെയാണ് ശുശ്രൂഷ ജീവിതത്തിൽ താൻ അനുവർത്തിച്ച് വന്ന ദൈവം എന്തൊക്കെയാണോ തനിക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്ന കാഴ്ചപ്പാടത് ആ മൂപ്പന്മാരെ പറഞ്ഞ് മനസ്സാക്കി കൊടുത്തു, ഇങ്ങനെ പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് പോയത്, ഇനി നിങ്ങൾ ആരെങ്കിലും തെറ്റിപ്പോയാൽ ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാണ് താൻ അവിടുന്ന് യാത്ര പിരിയുന്നത്. പറഞ്ഞ് നിങ്ങളാരെങ്കിലും പറഞ്ഞിട്ട് പറയുകയാണ്, കർത്താവ് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരുന്നു, അത് ജീവിതത്തിൽ സാക്ഷ്യം കാണിച്ചു കൊടുത്തു എങ്ങനെയാണെന്നുള്ളത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്ത് അതൊക്കെ സഭകളിൽ എഴുതി വെക്കണം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം എന്നുള്ളത്. എല്ലാവരും അങ്ങനെ ചിന്തിക്കാമെങ്കിൽ സഭകൾ അനുഗ്രഹപ്പെടും. അത് എൽഡേഴ്സ് മൂപ്പന്മാർ ആയിട്ടുള്ളവർ മാതൃകയായിരിക്കണം എന്ന് പൗലോസോടെ വെളിപ്പെടുത്തുവാൻ ഇവിടെ എത്തുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്ര പിരിഞ്ഞു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ അവസാനം പറയും 36, അങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടി പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്ര അയച്ചു. എഫെസോസിലെ മണ്ണിൽ നിന്ന്, ആസിയയിലെ മണ്ണിൽ നിന്ന് തൻ്റെ ശുശ്രൂഷ തികച്ച് പൗലോസ് മടങ്ങിപ്പോവുകയാണ്. തൻ്റെ മൂന്നാം മിഷണറി യാത്രയുടെ അവസാന യാത്രയിൽ ഇനി ഒരിക്കലും താൻ ഈ ദേശത്തേക്ക് മടങ്ങി വരത്തില്ല എന്ന് ആത്മപ്രേരണ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ അവർ എല്ലാവരും കൂടി വന്ന്, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ആൾക്കാർ അവനെ വന്ന് ആസിയുടെ മണ്ണിൽ നിന്ന് അവനെ വിട പറഞ്ഞ് യാത്ര അയക്കാൻ വേണ്ടി എല്ലാവരും കപ്പലിൻ്റെ അവിടെ വന്നു. അതിനുശേഷമായി മിലത്തൂസ് എന്ന തുറമുഖത്ത് ഒരു പ്രാർത്ഥന നടക്കുകയാണ്. മുട്ടുകുത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, യാത്രയയപ്പിൻ്റെ വലിയൊരു സ്ഥലമാണ് വിടവാങ്ങൽ. വിടവാങ്ങൽ പ്രസംഗത്തോടു കൂടി താൻ അവിടുന്ന് യാത്ര അയക്കപ്പെടുകയാണ്. അവനെ മുട്ടുകുത്തി മിലത്തൂസിലെ ആ തുറമുഖത്തിൽ അവിടെ മണലിൽ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. കാരണം താൻ വിട വാങ്ങി അവിടുന്ന് പോവുകയാണ്. എത്രമാത്രം സ്നേഹമായിരുന്നു എഫെസോസ് ഉണ്ടായിരുന്നവർക്ക്. എന്ന് ദേവദാസൻ ശുശ്രൂഷ കഴിഞ്ഞ് പോയാൽ യാത്ര അയക്കാൻ പോലും പലരും കാണത്തില്ല. കാരണം സ്നേഹമില്ല. എങ്ങനെയെങ്കിലും അവർ പോട്ടെന്നേ വിചാരിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, താൻ 3 വർഷത്തെ തൻ്റെ ശുശ്രൂഷ കൊണ്ട് അവിടെയുള്ളവരുടെ ഹൃദയങ്ങളെ താൻ നേടിയിരുന്നു. അവരവിടുന്ന് പിരിയുന്ന സമയത്ത് തൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലായി. തൻ്റെ മുഖം ഇനി കാണുകയില്ല എന്നത് പറഞ്ഞതുകൊണ്ട് അവർക്കറിയാമായിരുന്നു പൗലോസ് പറയുന്ന പോലെ തന്നെ സംഭവിക്കുമെന്ന്. അവരെല്ലാവരും മിലത്തൂസിലെ ആ തുറമുഖത്ത് കപ്പലിൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സന്ദർഭം നിങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ? ഇന്നത്തെ യാത്രയയപ്പ് പോലെയാണോ? ഇന്ന് സഭകളെ യാത്രയയപ്പ് പോലെയാണോ? ഇന്ന് സ്വീകരിക്കുന്ന പോലെയാണോ? അങ്ങനെ അല്ലെങ്കിൽ നമുക്കിവിടെയൊക്കെ തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദേവദാസന്മാരെ, നമ്മൾ ശുശ്രൂഷ ചെയ്തെടുത്ത് പോകുമ്പോൾ അത് വിട്ടുപിരിയുമ്പോൾ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്നതാണോ? അതോ അത് അവർ വളരെ വിഷമത്തോടെ വേദനയോടെ പൗലോസിനെ കെട്ടിപ്പിടിച്ച് ദുഃഖിച്ച് കരഞ്ഞ് കഴുത്തോളം കെട്ടിപ്പിടിച്ച്, ഞാൻ പറഞ്ഞു ഇത്രയും ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വാങ്ങൽ യാത്ര ചെയ്ത് മിലത്തൂസിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ പൗലോസ് ചില നല്ല ഓർമ്മകളുണ്ടായിരുന്നു. താൻ കപ്പൽ യാത്രയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരെ ആരെയും കാണാൻ കഴിയത്തില്ല, പക്ഷെ കാണാൻ കഴിയും. യേശു കർത്താവ് വരുമ്പോൾ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി യാത്ര പറഞ്ഞ് അവിടുന്ന് പിരിവാണ്ടിടയാത്തുന്നു. അവൻ അവിടുന്ന് യാത്ര തിരിച്ച് അവരെ വിട്ടുപിരിഞ്ഞ് വിട്ടുപിരിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ പിരിയാൻ കഴിയത്തില്ല. വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം സ്നേഹം അത്രമാത്രം ഉണ്ടായിരുന്നു. വിട്ടുപിരിഞ്ഞ്, അതുകൊണ്ടാണ് പറയുന്നത് 21-ാം വാക്യത്തിൽ പറയുന്നത്, അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം. വിട്ടുപിരിഞ്ഞെന്ന് പറഞ്ഞാൽ
അവരെ അങ്ങ് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. അത്രമാത്രം സ്നേഹമുള്ള ആ എഫെസോസിലെ സഭ. ആ പൗലോസ് യാത്രയാകുമ്പോൾ അവിടെ ആ കടൽക്കരയിൽ ആ തുറമുഖത്ത് കണ്ണുനീർ വീഴുകയാണ്. അവർക്ക് പിരിയാൻ കഴിയാത്ത വിധത്തിൽ അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് നീ എന്ന് കാണാമെന്നുള്ള വിടവാങ്ങൽ നടക്കുന്നത് എത്രമാത്രം വലിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ സന്ദർഭം ഒന്ന് വിവരിക്കാൻ കഴിയത്തില്ല. അവരെ വിട്ടുപിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവനെ യാത്ര അയച്ചെന്നല്ല, വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ താൻ അവിടുന്ന് പോകണ്ട എന്നുള്ള ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. അവരെ വിട്ടുപിരിഞ്ഞു. ഇവിടെ ഈ രാത്രിയിൽ ആ ഒരു ബന്ധമായിരിക്കണം സഭാമൂപ്പന്മാരും നേതൃത്വങ്ങളും ദൈവമക്കളും തമ്മിൽ ഉണ്ടാകേണ്ടത്. എല്ലാവരും അവിടെ വന്നു. അതുപോലെ തന്നെ ഒരു യാത്രയപ്പാണ് സോയിൽ വരുമ്പോൾ, സോയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന 5-ാം വാക്യം ആത്മാവിൽ പറഞ്ഞു, അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ട് പോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളും മായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞു ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സോരിൽ 7 ദിവസം താമസിച്ചു. അപ്പോൾ ഈ പൗലോസ് 3-ാം യാത്രയിൽ ഓരോ സ്ഥലത്തോടും യാത്ര പറഞ്ഞ് പോരുകയാണ്. തൻ്റെ ശുശ്രൂഷ ഇനി അങ്ങോട്ടില്ല, മണ്ണിലേക്കില്ല എന്ന് കണ്ടുകൊണ്ട് യാത്ര പറഞ്ഞ് ഓരോ സ്ഥലത്തുനിന്ന് പോവുകയാണ്. മിലത്തൂസിൽ നിന്ന് യാത്ര പറഞ്ഞ് എഫെസോസിലെ സഭയെ യാത്ര അയച്ചു. സോരിൽ വന്ന് 7 ദിവസത്തെ താമസം കഴിഞ്ഞപ്പോൾ അവരെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. അവിടെയും 6-ാം വാക്യം 21-6 അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളും ഈ പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് കൂടെ വന്നു കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ പൗലോസിനെ യാത്ര അയക്കാൻ വേണ്ടി സോരിൽ നിന്ന് യാത്ര അയക്കാൻ വേണ്ടി അങ്ങനെ ഓരോ സ്ഥലത്തും വിടവാങ്ങൽ യാത്ര പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം നടത്തി സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് പൗലോസിനെ ലഭിച്ചത്. പലപ്പോഴും പലരുടെയും സ്നേഹം വെളിപ്പെടുന്ന മരിച്ചു കഴിയുമ്പോഴൊക്കെയാണ്, അല്ലേ? മരിച്ചു കഴിയുമ്പോഴാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. പക്ഷേ പൗലോസ് അവിടുന്ന് ജീവനോടെ അവിടുന്ന് യാത്ര ചെയ്യിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ആ സ്നേഹത്തോടുള്ള യാത്രയയപ്പായിരുന്നു. നാം ജീവനോടിരിക്കുമ്പോൾ നമ്മൾ ഇടപെടുന്ന വ്യക്തികളുമായി നാം ജീവിക്കുന്നത് ആ ഒരു ബന്ധത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ. ചില ദിവസങ്ങൾ, ചില വർഷങ്ങളോ, ചില മാസങ്ങളേ ഉള്ളുവെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഈ ഭാഗം നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 3-ാം മിഷണറി യാത്രയിൽ അവൻ എഫെസോസിലെ മൂപ്പന്മാരെ സംസാരിച്ച് അവരെങ്ങനെയായിരിക്കണം എന്നുള്ള മാതൃക പറഞ്ഞു കൊടുത്ത് താൻ അവിടുന്ന് യാത്ര ഏകദേശം 3 വർഷത്തെ സുവിശേഷ പ്രവർത്തനമാണ് ചെയ്ത് പൗലോസ് യെരുശലേമിലെത്തി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നതിൻ്റെ. അവൻ്റെ 3-ാമത്തെ മിഷണറി യാത്ര അവസാനിച്ചു എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ എഫെസോസിലെ സഭയുള്ള ബന്ധത്തിൽ, ആസിയയിലെ ആൾക്കാരുള്ള ബന്ധത്തിൽ താൻ ചെയ്ത ശുശ്രൂഷകൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് എത്തി എന്നുള്ളതാണ് അവിടെ കാണുന്നതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നാം കണ്ടത്. മിലത്യൂസിൽ വെച്ച് മൂപ്പന്മാരായിട്ടുള്ളവർക്ക് വേണ്ട ഗൈഡൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു, അവരെ പ്രബോധിപ്പിച്ചുണർത്തി, അവരുടെ സ്നേഹനിർഭരമായ യാത്രയയപ്പ് വാങ്ങി അവൻ പുറപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഇന്ന് രാത്രി നാം ഗ്രഹിച്ചല്ലോ. ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത് ഈ എഫെസോസിലെ സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. എഫെസർക്ക് എഴുതിയ ലേഖനം അത് ഒരു പുസ്തകമാണ്. എഫെസർക്ക് എഴുതിയ ലേഖനം തന്നെ ഈ ഒരു സഭയുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് ദൈവസ്നേഹത്താൽ രൂപീകൃതമായ എഫെസോസിലെ സഭയുടെ ഉത്ഭവ പശ്ചാത്തലത്തെക്കുറിച്ചും ആസിയയിൽ പൗലോസിന്റെ ശുശ്രൂഷ പര്യവസാനത്തിൽ അവിടെ മൂപ്പന്മാരുടെ വിടവാങ്ങൽ പ്രസംഗത്തിലെ പ്രസിദ്ധവാങ്ങലെക്കുറിച്ചും നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. അപ്പോൾ പൗലോസിൻ്റെ തൂലികയിലൂടെ എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനം അത് അവിടെയുള്ള സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, താൻ എഴുതിയ 14 ലേഖനങ്ങളും ആഗോള സഭയ്ക്കുള്ളതാണ്. അപ്പോൾ അതിലെ പ്രധാന വിഷയത്തെ നമ്മൾ പഠിക്കുമ്പോൾ എഫെസോസ് സഭയെക്കുറിച്ച് ആകുമ്പോൾ ലേഖനങ്ങളുടെ രാജ്യം എന്നാണെന്ന് പറഞ്ഞാൽ അത് മണവാട്ടി സഭയെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ് എഫെസർക്ക് എഴുതിയ ലേഖനം. അതിനകത്ത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ആഴമായ രീതിയിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. ഇപ്പോൾ ക്രിസ്തുവും വലിയ മർമ്മത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് എഫെസർക്ക് എഴുതിയ ലേഖനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ 3 സന്ദർഭങ്ങളിൽ നമുക്ക് വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും. മനുഷ്യശിക്ഷയുള്ള ബന്ധത്തിൽ പറഞ്ഞു തുടങ്ങിയതും പുതിയ നിയമത്തിൽ വിവാഹ
വേർപെടുത്തുന്നുള്ള ബന്ധത്തിൽ സംസാരിച്ചതും ഏറ്റവും വലിയ മർമ്മമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുമാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇപ്പം സൃഷ്ടിയുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-24 വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റി അവർ ഏകദേഹമായി തീരും. അപ്പോൾ ആദമിൽ നിന്ന് ഹവ്വയെ വേർപെടുത്തിയ ശേഷമായി ഇവർ ഒരൊറ്റ ദേഹമായി തീർന്നു. പറഞ്ഞാൽ ഒരു മനസ്സ്, 2 ശരീരമാണെങ്കിലും 2 മനസ്സാണെങ്കിലും ഇവരെപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ദേഹമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ബോഡി, ഒറ്റ ബോഡി എന്ന് പറഞ്ഞാൽ 2 മനസ്സല്ല, 2 മനസ്സാണ് 2 രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ആദം ഹവ്വ തെറ്റ് ചെയ്തപ്പോൾ അവളോട് കൂടെ നിന്നതുകൊണ്ടാണ് അവനും തെറ്റ് ചെയ്തത്. അവരൊരു ദേഹമായി തീർന്നിരുന്നു. അപ്പം ദൈവം പറഞ്ഞിരുന്ന ഭാഗം തന്നെ പൂർത്തീകരിക്കപ്പെട്ടു. നന്മ ചെയ്യുന്നതിലും തിന്മ ചെയ്യുന്നതിലും അവർ ഒരുമിച്ച് നിന്നു. അപ്പോൾ നന്മ ചെയ്യാൻ വേണ്ടി ആദത്തിൻ്റെ കൂടെ ഹവ്വ നിന്നു. ഹവ്വ തിന്മ ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ അതിന് അവളോട് കൂടെ ഒരു ദേഹമായിട്ട് തന്നെ ആദം തീരുവാനിടയായി തീർന്നു. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ സന്ദർഭത്തിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് പറയുന്നത്, ഈ അവർ വന്ന് ഒന്നാമത്തെ സന്ദർഭം കഴിഞ്ഞ് രണ്ടാമത്തെ സന്ദർഭത്തിലേക്ക് വന്നപ്പോഴത്തേന് വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നതിലേക്ക് വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ദൈവം പറഞ്ഞ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് കണ്ടുകൊണ്ടാണ് വിവാഹം തുടങ്ങിയത്. എന്നാൽ കർത്താവ് വരുന്ന ലോക അവസാനത്തിൻ്റെ ആരംഭത്തിൽ, അഥവാ 2000 വർഷം മുമ്പ് യേശു വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു, വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ഇന്ന് ആ ഒരു ചിന്താഗതി വല്ലാതെ പ്രോത്സാഹിക്കപ്പെടുന്നൊരു കാലമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ യുവതലമുറകൾക്ക് പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വരാൻ കാരണം അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കാര്യത്തെ വേണ്ട എന്നുള്ള രീതിയിലേക്ക്. കാരണം വീട്ടിലെ വഴക്കും പണക്കങ്ങളും കഷ്ടതയും പ്രയാസമൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മാനസികമായിട്ടൊക്കെയുള്ള വിഷയം തോന്നും, വിവാഹം കഴിക്കേണ്ടെന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ അത് ഒരു വിധത്തിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, സാത്താൻ ദിവസങ്ങളിൽ മറ്റൊരു പല മാർഗങ്ങളിലൂടെയും ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒന്നെങ്കിൽ വിവാഹ വിഷയത്തിൽ സമാധാനം നൽകാതെ വേർപിരിക്കണം, അല്ലെങ്കിൽ വിവാഹം നടത്തി. ഇപ്പം നേരത്തെ അന്നുണ്ടായിരുന്ന വിവാഹത്തെ വേർപിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ സാധാരണ ചെയ്യുന്ന വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കാതെയുള്ള രീതിയിലാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നാം വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതായത് ശേഷം 10-4 വാക്യത്തിൽ അവൻ ശിക്ഷിച്ച ആദിയിൽ അവരെ ആണും പെണ്ണുമായി ശിക്ഷിച്ചെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് വള്ളിച്ചേർന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കുന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ പഴയ നിയമത്തിൽ ശിക്ഷയുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഒരു സെന്റൻസ് കൂടുതലാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞത്. ഇപ്പം കർത്താവ് തന്നെയാണ് ഉൽപ്പത്തിയിൽ ആദത്തോടും ഹവ്വയോടും സംസാരിച്ചത്. അതേ കർത്താവ് തന്നെ, വചനം തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കിയിട്ട്, കുടുംബജീവിതത്തെ നോക്കിയിട്ട് വിവാഹമോചനത്തോടുള്ള ബന്ധത്തിൽ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അതങ്ങനെയല്ല, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് സംഭവിച്ചത്. അവർ മേലെ 2 അല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സാത്താൻ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ഒരൊറ്റ ആൾ മതി ഒരു കുടുംബത്തെ തകർത്തളയാനായിട്ട്. ഒരാൾ മതി. സ്നേഹത്തോടിരിക്കുന്ന കുടുംബത്തെ തകർക്കുന്ന ഒരാൾ മതി. ആരും കുടുംബങ്ങളെ തകർക്കുന്ന കാര്യത്തിൽ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുന്ന കർത്താവ് പറഞ്ഞു. ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നത് കാരണം വിവാഹ വിഷയത്തോട് ബന്ധത്തിലുള്ള മെസ്സേജ് അല്ലല്ലോ, ഇതിൻ്റെ സന്ദർഭം പറഞ്ഞു പോവുക. ഒന്നാമത്തെ സന്ദർഭം ഇതായിരുന്നെങ്കിൽ രണ്ടാമത്തെ സന്ദർഭം വിവാഹം നന്നല്ല എന്ന് ചിന്തിച്ചവരുടെ ഇടയിൽ വിവാഹമോചനത്തിലേക്ക് വരുന്ന സമയത്ത്, അത് പുരുഷന്മാരും സ്ത്രീകളെ വിവാഹമോചനം നേടുന്ന പോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരെ ഉപേക്ഷിക്കുന്ന അന്ന് മർക്കോസിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പ്രാരംഭ സമയത്തൊക്കെ പുരുഷന്മാരാണ് സ്ത്രീകളെ ഉപേക്ഷിച്ചുകൊണ്ടിരുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്ത്രീയും പുരുഷനെ വേർപിരിഞ്ഞെന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് വളരെ പ്രസക്തമാണ്. ഈ അന്നത്തെ കാലത്ത് പുരുഷന്മാരാണ് സ്ത്രീകളെ വേണ്ടാന്ന് പറഞ്ഞ് ഹൃദയകാഠിന്യം കൊണ്ട് വേർപിരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സുവിശേഷം നമ്മൾ മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ സ്ത്രീയും പുരുഷനെ വേർപിരിഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പം പ്രസക്തമാണ്. ഇപ്പോൾ അന്ന് ഇതിനു മുമ്പൊക്കെ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ വേർപിരിഞ്ഞതെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്കും അവർക്കും സമ്പത്തും കാര്യങ്ങളും സ്വന്തം കാലിൽ നിൽക്കാനൊക്കെയുള്ള കഴിവുള്ളത് കൊണ്ട് അവരും ഇപ്പോൾ ഹൃദയകാഠിന്യത കാണിച്ച് വിവാഹത്തിൽ വേർപിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സംഭവിക്കുന്നത് നേരത്തെ 2000 വർഷം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക,
ദൈവം യോജിപ്പിച്ചതിനെ ആരും വേർപിരിക്കാതിരിക്കാൻ വേണ്ടി, ശത്രു വേർപിരിക്കാതിരിക്കാൻ വേണ്ടി, അതുപോലെ വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് തലമുറയ്ക്ക് മാറ്റമുണ്ടായി അവർ കുടുംബസ്ഥരായി ഏകഭാര്യ ഏകഭർത്തൃ ദൈവം കാണിച്ച മാതൃകയിൽ അവർ വിശുദ്ധ ജീവിതത്തിൻ്റെ നല്ല ഉത്തമ കുടുംബങ്ങൾ, വിശുദ്ധ കുടുംബങ്ങൾ ഉടലെടുക്കുവാനും ദൈവത്തിന് സഭയ്ക്ക് അനുകൂലമായ അനുഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ലോകത്തിൽ സ്ഥാപിതമാക്കപ്പെടുവാൻ വേണ്ടിയും നാം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ പ്രത്യേകം ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ സന്ദർഭം അത് ക്രിസ്തുവിനെ സഭയെ കുറിച്ചുള്ളതാണ്. എഫെസ്യർക്ക് ലേഖനം 5:32 വാക്യങ്ങൾ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എഫെസ്യർക്ക് ലേഖനം 5:32 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിലും സുവിശേഷത്തിലും പ്രസ്താവിച്ചതിന് ശേഷം മൂന്നാമത്തെ പരാമർശമാണ് ഏറ്റവും മർമ്മമായി വെളിപ്പെടുമ്പോൾ അത് നിഴലായിരുന്നു, പ്രാകൃതമായിരുന്നു. ആത്മീയമായത് വെളിപ്പെടുത്തി കഥ പറയുകയാണ്. ഇതാണ് എൻ്റെ ആത്മീകം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അവന് തലമുറ ഉണ്ടാകണമെന്നും കുടുംബമുണ്ടാകണമെന്നും തലമുറകൾ ജനിച്ച് ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധ സന്തതിയിൽ ഉണ്ടാകണമെന്നും അവനോട് ചേരുന്ന ഒരു മണവാട്ടി സഭ ഉളവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഒരുവനെന്ന മനുഷ്യജാതിയൊക്കെ സൃഷ്ടിച്ചതെന്നും, അപ്പോൾ അത് നിർത്തിക്കളയാതിരിക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, പാപം ചെയ്ത് അകറ്റിക്കളയും അല്ലെങ്കിൽ വിശുദ്ധ സന്ധി ജനിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ശത്രുമണിയും ഏത് വിധത്തിലും നിർമ്മലകന്യയാകുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ അത് പണിയപ്പെടാതിരിക്കാൻ വേണ്ടി ശത്രു പലവത്തുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആ പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കുന്ന ദൈവകൃപയുടെ ശക്തി ദിവസങ്ങൾ വ്യാപരിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ്റെ നിർമ്മലകന്യയാകുന്ന അവനോട് ചേരുവാനുള്ള മണവാട്ടി സഭയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തികച്ചെടുക്കും, പണിതെടുക്കുമെന്നുള്ളത് ഇതിനകത്ത് നാം മനസ്സിലാക്കണം. ഞാനതിൽ വേഗത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ അന്ന് ഈ വിവാഹത്തെക്കുറിച്ച് ആദത്തിൻ്റെ ഹവയോടുള്ള ബന്ധത്തിൽ അവന് ലഭിച്ച എല്ലാ അധികാരങ്ങളും ലഭിച്ചതുപോലെ തന്നെ ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ പാപത്തിലാകപ്പെടുമെന്നും അവനെ രക്ഷിക്കുമെന്നും അതിൽ നിന്ന് യേശുവിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് ഒരു കൂട്ടം ജനതയെ, വിശുദ്ധ സന്തതിയെ ദൈവം ഉൽപ്പാദിപ്പിച്ചെടുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് തലയാകുന്ന ക്രിസ്തുവിനോട് ശരീരമാറ്റിരുന്ന് ദൈവസഭയെ പണിതെടുക്കുമെന്നുള്ള മർമ്മമാണ് ഏറ്റവും വലിയ മർമ്മം. അത് വെളിപ്പെടുത്തിയിരിക്കുന്ന എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ്. ആ കാഴ്ചപ്പാട് അത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. ക്രിസ്തുവിനോട് ചേരുവാനുള്ള ദൈവമക്കൾക്ക് എപ്പോഴും ദൈവത്തോടുള്ള സ്നേഹമുണ്ടായിരിക്കും. ആ സ്നേഹത്തിലായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ഇത്രയും ഭാഗം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എഫെസ്യ സഭയുള്ള ബന്ധത്തിൽ അവർക്ക് ആഴമേറിയ മർമ്മം പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ, പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹത്തോടെ ബന്ധത്തിൽ ചേർന്നുള്ള ബന്ധം വെളിപ്പെടുത്തിയാണ് ഏറ്റവും ഭാഗ്യപദവി ലഭിപ്പാൻ ആത്മമണവാളനാകുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി, അവൻ്റെ മണവാട്ടി പദം അലങ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു മണവാട്ടി സഭയെ ഉരുത്തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് ലോകത്തിൽ വന്ന് പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ രക്തം ചിന്തി സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ, അവൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ച സഭയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എഫെസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ ഏറ്റവും വലിയ മർമ്മം, ബൈബിളിലെ ഏറ്റവും വലിയ മർമ്മം അത് എന്താണെന്ന് ചോദിച്ചാൽ, ആത്മമളവായിരിക്കുന്ന ഏകപുരുഷനായിരിക്കുന്ന ക്രിസ്തുവിനോട് ഇവിടെ പറയുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷൻ ഞാൻ നിങ്ങളെ നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവാകുന്ന ആ ഏകപുരുഷനാകുന്ന ക്രിസ്തുവിനോട് നമ്മെ നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ആ വിവാഹത്തിൻ്റെ ഇതിലേക്കുള്ള പ്രവേശിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അനേക കോടി വിശുദ്ധന്മാർ ഈ വചനം കേട്ട് പഠിച്ച് അവർ കർത്താവിൻ്റെ മണവാട്ടിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവർ പർദീസയുടെ 3-ാം സ്വർഗ്ഗത്തിൽ വിശ്രമിക്കുന്നു. അപ്പോൾ അവരെപ്പോലെ ഒരു കൂട്ടം ആൾക്കാർ ഭൂമിയിൽ ജീവനോടിരിക്കുന്നുണ്ട്. ഈ ക്ലാസ് എന്ന് ഈ ഭാഗം എടുക്കുമ്പോഴും എഫെസ്യ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം ക്രിസ്തുവും മണവാട്ടി സമയം എന്നാകുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമി ജീവിക്കുമ്പോൾ വിവാഹ നിശ്ചയം ചെയ്ത നിർമ്മല കന്യകയിൽപ്പെടുന്നവരാണോ ഞാനും നിങ്ങളും? അങ്ങനെയാണെങ്കിൽ ആ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തു എന്ന ഏകപുരുഷനോടുകൂടെ ചേരുവാൻ വേണ്ടിയുള്ള നിർമ്മലത കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ പൂർത്തീകരണ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തു മരിച്ചവർ മുമ്പേ ഒരുത്തി നിൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട്
മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള വചന പ്രകാരം കാഹളം ധ്വനിച്ചാൽ ആ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തും. മരിച്ചവരെ ഉയർപ്പിക്കും, രൂപാന്തരപ്പെടും. അതിൻ്റെ ഒന്നാം ഭാഗം പൂർത്തീകരിക്കപ്പെടും. ഇവിടുന്ന് ദൈവസഭ എടുക്കപ്പെട്ട് സ്വർഗ്ഗാസഭയിൽ പ്രവേശിക്കും. കുഞ്ഞാടിൻ്റെ കല്യാണ നാളിലാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ മധ്യാകാശ പ്രത്യക്ഷതയിൽ ദൈവസഭ എടുക്കപ്പെട്ട് സ്വർഗ്ഗാസുഖത്തിലേക്ക് എടുക്കപ്പെടും. കാലം ധനിക്കുമ്പോൾ ഇവിടുന്ന് നാം പറന്നകലും. എന്നാൽ കഥാവിടെ നാം എത്തിച്ചേർന്ന ദൈവസഭയുടെ കല്യാണ നാളിലാണ് അവിടെ എത്തേണ്ട എല്ലാ വിശുദ്ധന്മാരും എത്തി മണവാളൻ്റെ തോഴന്മാരും മണവാട്ടിയുടെ തോഴിമാരും അനേക കോടിക്കണക്കിന് ദൂതന്മാരുടെയും മധ്യത്തിൽ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധമാവിൻ്റെ സാന്നിധ്യത്തിലാണ് പുത്തനാണ് ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള വിവാഹം കല്യാണ നാളിൽ സ്വർഗ്ഗാസുഖത്തിൽ നടക്കുന്നത്. ആ ഭാഗ്യപദവിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം. അതുകൊണ്ടാണ് ഇതിനെ ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് പറഞ്ഞിരിക്കുന്നത്. രാത്രി കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ശ്രേഷ്ഠമേറിയ പദവിയെ ദൈവം തന്നിരിക്കുന്നത്. എഫേസ്യസഭയെക്കുറിച്ച് ആഗോള സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ തീരുവാൻ സമയമായി. നമ്മൾക്ക് നമ്മുടെ ആത്മാവാണ് ക്രിസ്തുവിനോട് കൂടെ ചേരുവാനുള്ള സമയമായി. ഇതുവരെയും ആ ഭാഗ്യപദവിയിലേക്ക് വിളിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയിലെ സന്ദേശം മുഖാന്തരമായി ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, എനിക്ക് അങ്ങയുടെ മണവാട്ടിയാറ്റണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്ന എല്ലാം താൽക്കാലികമാണ്. ഇവിടെയുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളും ഇവിടെയുള്ള സ്ഥാനങ്ങളും ഇല്ലായ്മകളും കഷ്ടതകളും കണ്ണുനീരും എല്ലാം താൽക്കാലികമാണ്. ഇവിടം കൊണ്ട് കണ്ണടച്ചാൽ ഇതെല്ലാം തീരും. എന്നാൽ നമ്മുടെ ആത്മീയ കണ്ണ് ഒരു നാളും അടയപ്പെടത്തില്ല. അത് വിശാലമായ അനന്തതയിലേക്ക് വേണ്ടി തുറക്കപ്പെട്ട നമ്മുടെ അടഞ്ഞു കിടന്ന ആത്മീയ കണ്ണുകളെ തുറപ്പിച്ച ദൈവത്തിൻ്റെ രാത്രി സ്തോത്രം ചെയ്യാം. ഭൗതികമായ കണ്ണ് ഇവിടെ കൊണ്ട് അടയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരും. എന്നാൽ ദൈവം നമുക്ക് തുറന്നിരിക്കുന്ന കണ്ണ്, ആത്മീയ കണ്ണ്, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാശിപ്പിച്ചിരിക്കുന്ന ഹൃദയദൃഷ്ടി കൊണ്ട് കാണുവാൻ സാധിക്കുന്നത് അനന്തതയിൽ നിത്യതയിൽ ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന വലിയ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട വലിയ തേജസ്സിൻ്റെ ദിവസങ്ങളാകിയാൽ ദിവസങ്ങളിൽ കണ്ണുകൾ അടയപ്പെടാതെ ഭൗതികതയിലേക്ക് നമ്മുടെ കഷ്ടങ്ങൾ ഇവിടുന്ന് തീരാറായി. നമ്മുടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിമിതി ഉണ്ടാകും. ഈ കണ്ണുകൾ അടയപ്പെടും. എന്നാൽ ദൈവം നമ്മളെ തുറന്നിരിക്കുന്ന നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വിളിയുള്ള ആശയം തിരിച്ചറിഞ്ഞ് ആ മഹിമ ആ സന്നിധിയിൽ നിന്ന് അതെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ നമ്മുടെ മണവാട്ടിയായിട്ട് നിന്ന് അവനോടുകൂടെ ചേരുവാൻ വേണ്ടിയുള്ള ആ വലിയ മർമ്മത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഇന്ന് രാത്രിയിലെ പഠനം മുഖാന്തരം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തിന് വിരാമം കുറിക്കുന്ന ദൈവം വെച്ചാൽ വരുന്ന ആഴ്ചയിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിന് വിരിക്കപ്പെട്ട ചെറിയ മറവിൽ നമ്മളെ ദൈവം സൂക്ഷിക്കട്ടെ. നമുക്ക് പറയാം, കർത്താവെ, നിന്റെ മണവാട്ടിയായി നിർമ്മലകനിയെ തിരുവാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഞങ്ങളെ ചേർക്കുവാൻ വേഗത്തിൽ വരുമല്ലോ. ആ വരവിനായി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് താമസിച്ചാൽ വീണ്ടും കാണാം. അതല്ല, കർത്താവ് വരികയാണെങ്കിൽ ഒരുമിച്ചെടുക്കപ്പെടണം. അതിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.